ॐ शन्नो मित्रः शं वरुणः शन्नो भवत्पर्यमा शन्न इन्द्रो बृहस्पतिः शन्नो विष्णुरुक्रमः। नमो ब्रह्मणे नमस्ते वायो त्वमेव प्रत्यक्षं ब्रह्मासि त्वामेव प्रत्यक्षं ब्रह्म वदिष्यामि ऋतं वदिष्यामि सत्यं वदिष्यामि तन्मामवतु तदु वक्तारमवतु अवतु माम् अवतु वक्तारम्। ॐ शान्तिः शान्तिः शान्तिः। ॐ सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्तिः शान्तिः शान्तिः। ॐ यश्चन्दसां वृषभो विश्वरूपः छन्दोभ्योऽध्यमृता सम्बभूव समेन्द्रो मेधया स्पृणोतु अमृतस्य देवधारणो भूयासं शरीरं मे विचर्षणं जिह्वा मे मधुमत्तमा कर्णाभ्यां भूरिविश्रुवं ब्रह्मणः कोशोऽसि मेधया पिहितः श्रुतं मे गोपाय। ॐ शान्तिः शान्तिः शान्तिः। ॐ अहं वृक्षस्य रेरिव कीर्तिः पृष्ठं गिरेरिव ऊर्ध्वपवित्रो वाजिनीवा स्वमृतमस्मि द्रविणगुं सवर्चसं सुमेधामृतोक्षितः इति त्रिशङ्गोर्वेदानुवचनम्। ॐ शान्तिः शान्तिः शान्तिः। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्तिः शान्तिः ശാന്തിഃ. അപ്പൊ നിങ്ങളുടെ മംഗളാചരണം കഴിഞ്ഞിരുന്നു. പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണം ഉദച്യതേ. ഉദച്യതയ്ക്ക് അർത്ഥം ചെയ്തു ഉദ്ദൃച്യതേ ഉത്പദ്യതേ. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമായിരിക്കുന്ന വസ്തുവിന്റെ ഉത്പത്തി ഉണ്ടായിരിക്കുന്നു. ആ സമയത്ത് പൂർണ്ണമായിരിക്കുന്ന ഒരു വസ്തു തന്നെത്താൻ വേറെ ഒരു വസ്തുവിന്റെ ഉത്പത്തിക്ക് കാരണമാവത്തില്ല. ഒരു വസ്തു തന്നെത്താൻ വേറൊരു വസ്തുവിന്റെ ഉത്പത്തിക്ക് കാരണമായിരുന്നു എങ്കിൽ അതെപ്പോഴും മറ്റു വസ്തുവിന്റെ ഉത്പത്തിക്ക് കാരണമായിക്കൊണ്ടേയിരിക്കും. അത് തന്റെ സ്വരൂപത്തിൽ നിൽക്കാനേ പറ്റാതെ പോകും. അപ്പൊ കാര്യ ഉത്പത്തിക്ക് താനല്ലാതെ മറ്റേതെങ്കിലും ഒരു കാരണം ആവശ്യമാണ്. അന്യ കാരണം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഒരു വസ്തുവിൽ നിന്ന് കാര്യോത്പത്തി ഉണ്ടാവുന്നത്. ഇങ്ങനെ പൂർണ്ണമായിരിക്കുന്ന ചേതനയിൽ നിന്ന് പൂർണ്ണമായിരിക്കുന്ന ജീവോത്പത്തിക്ക് വേറെ ഏതെങ്കിലും കാരണമുണ്ടോ? ഇവിടെ നമ്മൾ കാരണത്തെ ഗ്രഹിക്കുന്നത് കേവലം ആവിദ്യകമായിരിക്കുന്ന ഒരു ഉപാധി മാത്രമായിട്ടാണ്. അതുകൊണ്ടാണ് ഔപാധികമായിരിക്കുന്ന ഉത്പത്തി മാത്രമാണ് കാര്യങ്ങൾക്ക് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞത്. അതായത് വാസ്തവത്തിൽ ബ്രഹ്മത്തിൽ നിന്ന് ഒരു കാര്യം ഉത്പന്നാവത്തില്ല. പിന്നെ പൂർണ്ണനായിരിക്കുന്ന ഈ ജീവൻ എങ്ങനെ പൂർണ്ണമായിരിക്കുന്ന ബ്രഹ്മത്തിൽ നിന്ന് ഉത്പന്നമായി? ഇതിനൊരു കാരണം പറയുന്നത് എപ്രകാരം പൂർണ്ണമായിരിക്കുന്ന മഹാകാശത്തിൽ നിന്ന് നമ്മൾ ഗ്രഹിക്കുന്ന സമയത്ത്, കാണുന്ന സമയത്ത്, നമ്മളുടെ ബുദ്ധിക്ക് വിഷയമാവുന്ന സമയത്ത് ഘടാകാശം പരിച്ഛിന്നമായിട്ട് ഉത്പന്നമായിരിക്കുന്നുവോ? പരിച്ഛിന്നമായി എന്ന് ഉദ്ദേശിച്ചത് വ്യാപകമല്ലാതെ അഥവാ വ്യാപക ആകാശത്തിൽ നിന്ന് ഭിന്നമായിക്കൊണ്ട് ഒരു ചെറിയൊരു ആകാശത്തെ നമ്മൾ ഘടത്തിൽ കാണുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഘടാകാശം മഹാകാശത്തിൽ നിന്ന് വേറെയാണ് എന്ന് വ്യവഹരിക്കുന്നുണ്ട്. എന്നാൽ വ്യവഹരിക്കുന്ന വേളയിലും ആ ഘടാകാശം മഹാകാശ സ്വരൂപം തന്നെയാണ്. എന്നപ്പോൾ ഒരാൾ പറയാണ്, നോക്ക്, ഈ ഘടാകാശം വെറും ഘടമെന്നുള്ള ഉപാധി ഇരിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് വ്യവഹരിക്കാമെന്ന് മാത്രം.
അതായത് വ്യവഹാരത്തെ തന്നെ മനസ്സിലാക്കണം, എത്ര വിധം വ്യവഹാരം വരുന്നു എന്നുള്ളത്. അഭിജ്ഞ, അഭിവദനം, ഹാനോപാദാനം, അർത്ഥക്രിയ. ഹാനോപാദാനത്തെ ഒന്നിച്ചെടുക്കുക. അതുകൊണ്ട് 4 വിധത്തിലാണ് വ്യവഹാരം വരുന്നത്. അഭിജ്ഞ എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നാണ് അർത്ഥം. അഭിവദനം എന്ന് പറഞ്ഞാൽ ശബ്ദപ്രയോഗം. അഭിജ്ഞ, അഭിവദനം, ഹാനം, ഉപാദാനം, ഇത് രണ്ടും ഒന്നിച്ചു വെക്കുക. ഹാനം എന്ന് പറഞ്ഞാൽ ത്യാഗം, ഉപാദാനം എന്ന് പറഞ്ഞാൽ ഗ്രഹണം, എന്ന് പറഞ്ഞാൽ കൊടുക്കൽ വാങ്ങൽ, ഇങ്ങനെ ഇരിക്കുന്ന വ്യവഹാരങ്ങൾ. പിന്നെ എന്താ ഉള്ളത്? അർത്ഥക്രിയ. അർത്ഥക്രിയ എന്ന് പറഞ്ഞാൽ പ്രയോജന സിദ്ധി എന്നർത്ഥം. ഉദാഹരണത്തിന്, ഒരു ഇടത്ത് ജലത്തെ നമ്മൾ കണ്ടു. ദൂരത്താണ് ജലമെങ്കിൽ നമ്മൾക്ക് നിശ്ചയിക്കാൻ പറ്റും അത് ജലമാണെന്ന്. അപ്പൊ അടുത്തു പോയി ആ ജലത്തെ എടുത്ത് കുടിക്കുമ്പോൾ തൃഷാ നിവൃത്തി എന്ന് പറഞ്ഞാൽ ദാഹം ശമിക്കുന്നുണ്ട്. അതേപോലെ ഒരു ഘടത്തിന്റെ അർത്ഥക്രിയയാണ് അതിൽ ജലം ആഹരിച്ച് വെക്കുക, നിറച്ച് വെക്കാൻ പറ്റും, പലതും ആ ഘടത്തിലൂടെ ചെയ്യാൻ പറ്റുമല്ലോ. ഇതിനെയൊക്കെയാണ് നമ്മൾ അർത്ഥക്രിയ എന്ന വിഭാഗത്തിൽപ്പെടുത്തിയത്. ഇപ്രകാരം 4 വിധത്തിൽ വ്യവഹാരം വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഘടസംബന്ധിയായിട്ട് ഘടാകാശം എന്നുള്ള ജ്ഞാനാത്മക വ്യവഹാരവും ഘടാകാശം എന്നുള്ള ശബ്ദപ്രയോഗാത്മകമായിരിക്കുന്ന വ്യവഹാരവും നടക്കുന്നുണ്ട്. ഈ വ്യവഹാരങ്ങളെല്ലാം നടക്കാൻ കാരണം അവിടെ ഇരിക്കുന്ന ഘടമാണ്. ഏത് വ്യവഹാരത്തിന് കാരണം? ഘടാകാശം എന്നുള്ള വ്യവഹാരത്തിന് കാരണം. ഇതൊരു ഘടാകാശം മാത്രമല്ല, ഘടാകാശം, മഠാകാശം, കരകാകാശം എന്ന് പറയുന്നത് കമണ്ടലിനുള്ളിലുള്ള ആകാശത്തെ കരകാകാശം എന്നും നമ്മുടെ റൂമിനുള്ളിലുള്ള ആകാശത്തെ മഠാകാശം എന്നൊക്കെ വ്യവഹരിക്കാം. ഈ നമ്മുടെ റൂം, ഇതേപോലെ ഘടം, കരകം, ഇവയൊക്കെ വരുമ്പോൾ നമ്മൾക്ക് ഭിന്ന ഭിന്നമായിരിക്കുന്ന ആകാശ വ്യവഹാരം നടത്താൻ പറ്റുമെങ്കിലും ആ വ്യവഹാരം നടത്തുന്ന സമയത്ത് പോലും ആകാശം അനുസ്യൂതമായിട്ട് ഒന്നേ ഇരിക്കുന്നുള്ളൂ. അതായത് ഏകനായിരിക്കുന്ന, അപരിച്ഛിന്നനായിരിക്കുന്ന ആകാശമാണ് ഉപാധി പരിച്ഛിന്നമായിരിക്കുന്ന വ്യവഹാരത്തിന് കാരണമാകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഉപാധികളിലൂടെ പരിച്ഛിന്ന വ്യവഹാരം നേരിടുകയാണ് ഒരാകാശത്തിന് തന്നെ. ആ വ്യവഹാരം പരിച്ഛിന്ന വ്യവഹാരം എന്ന് ഉദ്ദേശം എന്താണ്? ഒരിടത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന വ്യവഹാരമാണ്. അപ്പൊ ഘടാകാശത്തെ ആ ഘടത്തിലല്ലാതെ മഠത്തിൽ കാണുന്നില്ലല്ലോ, മഠാകാശത്തെ ഘടത്തിലും വ്യവഹരിക്കുന്നില്ലല്ലോ. ഇപ്രകാരം ഇരിക്കുന്ന വെവ്വേറെ വ്യവഹാരത്തെയാണ് നമ്മൾ പരിച്ഛിന്ന വ്യവഹാരം എന്ന് പറയുന്നത്. വ്യാപകനായിട്ട് പോലും ഈ പരിച്ഛിന്ന വ്യവഹാരം എന്തുകൊണ്ട് നടന്നു? ഉപാധി ഉള്ളത് കൊണ്ട് നടന്നു. ഉപാധി ഇല്ലെങ്കിലോ ഇങ്ങനൊരു പരിച്ഛിന്ന വ്യവഹാരം നടക്കത്തില്ല. ആ സമയത്താണ് മനസ്സിലാക്കേണ്ടത്, ഈ ഉപാധി കൊണ്ട് പരിച്ഛിന്ന വ്യവഹാരം നടക്കുമ്പോൾ പോലും ആ ആകാശത്തിന് പരിച്ഛിന്നമാവാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാ? ഒരു ഘട്ടം നിലനിൽക്കുന്നത് കൊണ്ട് ആകാശത്തിനെ നമ്മൾക്ക് ഒരു രീതിയിലും അതിനെ വിഭാഗം ചെയ്യാൻ പറ്റത്തില്ല. ഈ ആകാശം വേറെ, ആ ആകാശം വേറെ എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾക്ക് കാറ്റിനെ പോലും പറയാം, വായുവിനെ പോലും പരിച്ഛേദം നടത്താം. ഓക്കെ, നമ്മുടെ മുന്നിലൂടെ ഇപ്പം ഒരു ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുൻവശത്താണ് കാറ്റടിക്കുന്നതെങ്കിൽ പിറകുവശത്ത് ആ കാറ്റ് എത്തുന്നില്ല. അപ്പൊ പിറകുവശത്ത് മറ്റൊരു കാറ്റ് എത്താം. അപ്പൊ കാറ്റിന് വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ഒരിടത്ത്, ഒരു ദേശത്ത് അടിക്കുന്ന കാറ്റല്ല മറുദേശത്ത് അടിക്കുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ ഒരേപോലെ അടിക്കേണ്ടിയിരുന്നു. അപ്രകാരം കാറ്റിനും നമ്മൾക്ക്, അതായത് വായുവിനും നമ്മൾക്ക് ഭേദം ചെയ്യാൻ പറ്റുമെങ്കിലും ആകാശത്തിലെ നമുക്ക് ഭേദം ചെയ്യാൻ പറ്റത്തില്ല. അനിശ്ചിതമായിരിക്കുന്ന ആകാശം ഒരു ഘട്ടം ഇരിക്കുന്നത് കൊണ്ട് പരിച്ഛിന്നമായി മാറത്തില്ല. ഇതേപോലെ കേവല വ്യാപകനായിരിക്കുന്ന പരമാത്മ ഒരു അന്ധഃകരണം വരുന്നത് കൊണ്ട് അന്ധഃകരണ പരിച്ഛിന്നമായിട്ട് ഭവിക്കത്തില്ല. അതായത് അന്ധഃകരണ സംബന്ധിയായിട്ട് ഞാൻ എന്ന് ഓരോരോ ജീവനും അഭിമാനിക്കുമ്പോൾ പോലും ആ സമയത്തും അവൻ കേവല വ്യാപകനായിരിക്കുന്ന പരമാത്മാവാണ്. ഇത് മനസ്സിലാക്കിപ്പിക്കാനാണ് എല്ലാ ഉപനിഷത്തുകളുടെയും പരിശ്രമം. എന്തുകൊണ്ടാ? ഘടത്തിലൂടെ ഘടാകാശം എന്ന് വ്യവഹരിക്കാൻ കാരണം ഘടം വയ്ക്കുമ്പോൾ ഘടപരിച്ഛിന്നമായിട്ട് ആകാശം വേറെ ഒന്നുണ്ട് എന്നുള്ള നമ്മളുടെ ബോധമാണ്. അതിന് കാരണമാണ് വാസ്തവ സ്വരൂപത്തിന്റെ അജ്ഞാനം. അതായത് ഘടത്താൽ ആകാശം പരിച്ഛിന്നമാകപ്പെടില്ല എന്നുള്ള അജ്ഞാനം ഉള്ളത് കൊണ്ടാണ്
ഘടാകാശം, മഠാകാശം, വ്യാപകാകാശം എന്നൊക്കെ നമ്മൾ ആകാശത്തെ വേർതിരിക്കുന്നത്. തിരിച്ചറിവുണ്ടെങ്കിൽ എങ്ങനെ? ഉപാധി ഇരിക്കുമ്പോൾ പോലും, ഘടം ഇരിക്കുമ്പോൾ പോലും ആകാശം ഘടത്തിലൂടെയും മഠത്തിലൂടെയും ഒന്നേ ഇരിക്കത്തുള്ളൂ. ഇവൻ അപരിച്ഛിന്നമായിരിക്കുന്ന വ്യാപക ആകാശം മാത്രമാണ്. ഇതേപോലെ നമ്മളുടെ ഓരോരോ അന്ധഃകരണത്തിലൂടെയും നമ്മൾ ഞാൻ എന്ന് അഭിമാനിക്കുമ്പോൾ പോലും നിരഭിമാനിയായിരിക്കുന്ന വ്യാപക ചൈതന്യം എല്ലാ അന്ധഃകരണത്തിലും, അന്ധഃകരണം ഇല്ലാത്തിടത്തും, അതായത് വ്യാപക ചൈതന്യത്തിന്റെ സ്വരൂപം വേറെയാണ്, പരിച്ഛിന്ന ചൈതന്യത്തിന്റെ സ്വരൂപം വേറെയാണ്. അതായത് ഒരു അന്ധഃകരണം വരുമ്പോൾ അന്ധഃകരണവുമായിട്ട് വ്യാപക ചൈതന്യത്തിന്റെ താദാത്മ്യ അധ്യാസം നടക്കുന്നുണ്ട്. താദാത്മ്യം നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക ആദ്യം. താദാത്മ്യത്തിന് അർത്ഥമാണ് ഏകത്വം. അന്ധഃകരണവും ചൈതന്യവും തമ്മിലുള്ള ഏകത്വം കൊണ്ട്, അതെന്തുകൊണ്ടാണ് ഏകത്വം മാനിക്കുന്നത്? നമ്മൾക്ക് ഞാൻ എന്നുള്ള അഭിമാനം എവിടെയുള്ളത്? അന്ധഃകരണത്തിലാണ്. വാസ്തവത്തിൽ ഇവിടെ ധർമ്മികളായിരിക്കുന്ന രണ്ട് വസ്തുക്കളുടെ അധ്യാസം നേരിടുന്നത് കൊണ്ട് ധർമ്മങ്ങളുടെ പരസ്പര അധ്യാസം നേരിടുന്ന സ്ഥലമാണിത്. നമ്മളിത് 2 ക്ലാസ് മുന്നേ പറഞ്ഞിട്ടുണ്ട്. 8 വിധത്തിലുള്ള അധ്യാസമുണ്ട്. ഇതൊക്കെ എന്താണ്, കേട്ടു വന്നോ? എന്തെങ്കിലും ഒരു ദിവസം കേൾക്കേണ്ടതല്ലേ? അയ്യോ ഞങ്ങൾ ഇത്രയും ഒന്നും ടഫായി പഠിപ്പിക്കാതെ ഒന്നും വിചാരിക്കാതെ. കാരണം ഇതൊന്നും മനസ്സിലാക്കാതെ വേദാന്തത്തെ പ്രവേശിച്ചിട്ട് കാര്യമൊന്നുമില്ല. പൊക്കത്ത് കാര്യം മനസ്സിലാക്കി പോയിട്ട് നമ്മൾ അടുത്ത ടെക്സ്റ്റ് പഠിക്കും, അപ്പോഴും അങ്ങനെ തന്നെ കാര്യമായിട്ടൊന്നും മനസ്സിലാവാതെ പോകും. അപ്പൊ കുറച്ച് പ്രയത്നിച്ചാലും ഇവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കണ്ടേ? ഇതിനെ പറയും നമ്മളുടെ പ്രക്രിയാഭാഗം എന്ന് പറയും. പ്രമേയ ഭാഗമല്ല, പ്രമേയത്തെ മനസ്സിലാക്കാനുള്ള പ്രക്രിയാഭാഗം വേറെ തന്നെ വരും. അവിടെ വരുന്ന കാര്യങ്ങളാണ് ഈ അധ്യാസങ്ങളെ കുറിച്ച്. നിങ്ങളുടെ ബ്രഹ്മസൂത്രം തുടങ്ങുന്നത് തന്നെ അധ്യാസം, അതിന്റെ ആരംഭത്തിൽ പറയുന്ന അധ്യാസ ഭാഷ്യം തന്നെയാണ്. ആ ഒരു ക്രമീകരണം വേറെ എവിടെയും കേൾക്കാതെ നമ്മൾ ഒറ്റടിക്ക് കേൾക്കുകയാണ്. യുഷ്മദസ്മത് പ്രത്യേക ഗോചരയോഹു വിഷരീഷണോ തമപ്രകാശവ വിരുദ്ധ സ്വഭാവയോഹു ഇതരേതര അനുഭവത്വ സിദ്ധായം തദ്ധർമാണമപി സുതരാം ഇതരേതര ഭാവ അനുഭവത്തിരി അസ്മത് പ്രത്യേക ഗോചരീഷൻ ചിതാത്മ യുഷ്മ പ്രത്യയസ്യ ഗോചരസ്യ തദ്ധർമാണം ച അധ്യാസം ഇത്യേതി ഭവതി യുക്തം. അവിടെയാണ് ആദ്യമായിട്ട് നമ്മൾ അധ്യാസഹ എന്നും പറഞ്ഞു തുടങ്ങുന്നത്. അവിടെ തന്നെ വലിയ വലിയ ആചാര്യന്മാർക്ക് പോലും അധ്യാസത്തിന്റെ കാര്യത്തിൽ മതഭേദമുണ്ട്. പല മതക്കാരാണ്. അതായത് ചിലർ പറയും അർത്ഥാധ്യാസമില്ല, ജ്ഞാനാധ്യാസമേ ഉള്ളൂ. അപ്പം ഒന്ന് ബേസിക് ആയിട്ട് നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കി വെക്കണം. എന്താണ് അർത്ഥാധ്യാസം, എന്താണ് ജ്ഞാനാധ്യാസം? ഇപ്പോൾ കുറച്ച് മാത്രം കേട്ടോ, ഞാൻ 1 by 1 ആയിട്ട് പല ക്ലാസ് തീരുന്നതിന് മുന്നേ നമുക്ക് ഇതിലൂടെയൊക്കെ പോയി വരാം. അർത്ഥാധ്യാസം, അധ്യസിക്കപ്പെടുന്ന വിഷയമാണ് അർത്ഥാധ്യാസം. ഇപ്പോൾ കയറില് സർപ്പത്തെ കാണുമ്പോൾ ആ സർപ്പഭ്രമത്തെയാണ് നമ്മൾ ജ്ഞാനാധ്യാസം എന്ന് പറയുന്നത്. ജ്ഞാനഞ്ച തത് അധ്യാസം ചെയ്തി ജ്ഞാനാധ്യാസം, അർത്ഥശ്ച തത് അധ്യാസം ചെയ്തി അർത്ഥാധ്യാസ. അർത്ഥം എന്ന് പറയുന്ന വിഷയം എന്നർത്ഥം. ജ്ഞാനം എന്നുള്ളത് ഇവിടെ ഭ്രമാത്മക ജ്ഞാനമാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഭ്രമാത്മക ജ്ഞാനമായിരിക്കുന്ന അധ്യാസം ഒന്ന്. ആ ഭ്രമാത്മാന്ന് ഉദ്ദേശിച്ച സ്വരൂപം നടത്തലാണ്. ഭ്രമസ്വരൂപമായിരിക്കുന്ന അധ്യാസം ഒന്ന് എന്ന് പറയാൻ എല്ലാ ഭ്രമവും അധ്യാസം തന്നെയാണ്. രണ്ടാമത്തത് ആ ഭ്രമത്തിന്റെ വിഷയം, ഇതിനെയാണ് നമ്മൾ അർത്ഥാധ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഭ്രമജ്ഞാനത്തെ ജ്ഞാനാധ്യാസം എന്നും അതിന്റെ വിഷയത്തെ നമ്മൾ അർത്ഥാധ്യാസം എന്ന് പറയും. ഇതാണ് എല്ലാ അധ്യാസങ്ങളുടെയും മൂലമായിരിക്കുന്ന 2 അധ്യാസങ്ങൾ, അർത്ഥാധ്യാസം, ജ്ഞാനാധ്യാസം. അധ്യാസത്തിന്റെ വിഷയമാണ് അർത്ഥാധ്യാസം. ആ വിഷയത്തെ ഗ്രഹിക്കുന്ന ജ്ഞാനമാണ് ജ്ഞാനാധ്യാസം. രജുസർപ്പസ്ഥലത്ത് ആ സർപ്പത്തിന്റെ ജ്ഞാനമാണ് ജ്ഞാനാധ്യാസം. ആ സർപ്പജ്ഞാനത്തിന്റെ വിഷയമായിരിക്കുന്ന സർപ്പമാണ് അർത്ഥാധ്യാസം. രജ്ജു അല്ല. രജ്ജുവില്, കയറില് സർപ്പം കാണപ്പെടുകയാണ്. ആ കാണപ്പെടുന്ന സർപ്പം അർത്ഥാധ്യാസവും സർപ്പജ്ഞാനം ജ്ഞാനാധ്യാസവുമായി മാറും. ആ സ്ഥലത്ത് തന്നെ
ധർമ്മികളുടെ പരസ്പര അധ്യാസം നേരിടുന്നത് കൊണ്ടാണ് ധർമ്മങ്ങൾ തമ്മിലുള്ള പരസ്പര അധ്യാസം നടക്കുന്നത്. അതായത് അന്ധക്കരണമായിരിക്കുന്ന ഒരു ധർമ്മി, ചേതനനായിരിക്കുന്ന മറ്റൊരു ധർമ്മി, ഈ ധർമ്മികൾ തമ്മിൽ പരസ്പരം താതാത്മ്യത്തെ പ്രാപിക്കുമ്പോൾ ഇതിന് കാരണം അജ്ഞാനമാണ്. അധിഷ്ഠാന വിഷയക അജ്ഞാനം, അധിഷ്ഠാനമായിരിക്കുന്ന ബ്രഹ്മ, സകല ജഗത്തിന്റെ അധിഷ്ഠാനമായിരിക്കുന്ന ബ്രഹ്മത്തിന്റെ അറിവില്ല എന്നുള്ളത് കൊണ്ട് അജ്ഞാനം നിലനിൽക്കും. ബ്രഹ്മവിഷയിക അറിവില്ലായ്മയാണ് അജ്ഞാനം എന്നുള്ളത്. ഈ അജ്ഞാനം നിലനിൽക്കുന്നത് കൊണ്ടാണ് അന്ധക്കരണത്തിന് ചേതനനുമായിട്ട് അധ്യാസം നേരിടുന്നത്. ഇതെല്ലാം അനാദി അധ്യാസത്തിലെ പെടുത്തത്തുള്ളൂ. ഈ അന്ധക്കരണവും ചേതനവും തമ്മിൽ അധ്യാസം നേരിട്ട് കഴിഞ്ഞാൽ അന്ധക്കരണത്തിലെ സുഖദുഃഖാദി വൃത്തികളെല്ലാം തന്നെ ചേതനനിലേക്ക് പകർന്നു കൊടുക്കും. അപ്പോഴാണ് ഞാൻ സുഖി, ഞാൻ ദുഃഖി എന്നൊക്കെ മാനിക്കുന്നത്. വാസ്തവത്തിൽ ഈ സുഖദുഃഖ വൃത്തികൾ ആരുടേതാണ്? അന്ധക്കരണത്തിന്റെ. അതെന്തുകൊണ്ട് അന്ധക്കരണത്തിന് കിട്ടാൻ കാരണം? ചെയ്ത അന്ധക്കരണമാണിതെല്ലാം. അതെങ്ങനെ? അന്ധക്കരണവും ചെയ്തിട്ടില്ലല്ലോ. ശരി, അന്ധക്കരണവും ചെയ്തിട്ടില്ല, ചേതനനും ചെയ്തിട്ടില്ല. ഇവർ രണ്ടുപേരും ചേർന്നിരുന്നപ്പോൾ ഇതൊക്കെ ചെയ്തു വെച്ചത്. കേവലനായിരിക്കുന്ന അന്ധക്കരണത്തിനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കേവലനായിരിക്കുന്ന ചേതനനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആരായിരിക്കും? ജീവനായിരിക്കും ചെയ്യുന്നത്. ആ ജീവൻ ആരാ? അന്ധക്കരണ അവച്ഛിന്ന ചൈതന്യമാണ് ഈ ജീവൻ. വേണമെങ്കിൽ അന്ധക്കരണ ഉപഹിതം എന്ന് പറഞ്ഞോ, സാക്ഷി സ്വരൂപൻ, അതൊന്നും വിഷയമല്ല, നെക്സ്റ്റ് ലെവലിൽ പഠിപ്പിക്കാം. ഈ ജീവൻ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ചേതനയിൽ പ്രത്യേകിച്ച് നേരിട്ട് കർത്തൃത്വമില്ല. അന്ധക്കരണത്തിലെ ചേതനയുക്ത അന്ധക്കരണത്തിൽ കർത്തൃത്വം വരുന്നത് കൊണ്ട് ചേതനയുക്ത അന്ധക്കരണത്തിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാവും. എങ്ങനെ? സുഖദുഃഖ രൂപത്തിൽ. കർമ്മത്തിന്റെ ഫലം അന്ധക്കരണത്തിൽ വരും. ആ അന്ധക്കരണത്തിൽ സുഖദുഃഖ ഫലം വന്നാൽ അന്ധക്കരണ സംബന്ധിയായിരിക്കുന്ന ചേതനന് ആ ഭോഗം ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ചേതനന് ഒരു ഭോഗവും നടക്കുന്നില്ല. ഭോഗവും അപവർഗവും നിങ്ങളുടെ സാഖ്യ യോഗ സൂത്രത്തിനനുസരിച്ച് ഭോഗം ആരുടേതാ? പ്രകൃതിയുടേതാണ്. അപവർഗം രണ്ടുപേർക്കും സംഭവിക്കും. പക്ഷെ അപവർഗത്തിനർത്ഥം വൃത്തിജ്ഞാനം എന്നൊരർത്ഥമുണ്ട് അവിടെ. പ്രകൃതി പുരുഷഭേദ ജ്ഞാനത്തെയും അപവർഗം എന്ന് പറയും. കാരണം അപവർഗത്തിന് കാരണമായതുകൊണ്ട്. അതും സംഭവിക്കുന്നത് എവിടെയാ? അതും അന്ധക്കരണത്തില. ആ സമയത്ത് പുരുഷൻ പുരുഷന്റെ സ്വരൂപത്തിലും പ്രകൃതി പ്രകൃതിയുടെ സ്വന്തം സ്വരൂപത്തിലേക്ക് മാറിപ്പോകുന്നത് കൊണ്ട് പ്രകൃതിയിലിരിക്കുന്ന അപവർഗത്തെ പുരുഷനിലേക്കും അധ്യസിച്ച് പറയുന്നെന്ന് മാത്രം. എല്ലാം നമ്മൾ പറയാ കർത്തൃത്വം പ്രകൃതിക്കും ഭോക്തൃത്വം ചേതനനും എന്നാണ് സാഖ്യയോഗ സൂത്രത്തിൽ. പക്ഷെ അതിന്റെ രീതി ഇങ്ങനെ മനസ്സിലാക്കണം. സംഭവിക്കുന്നതെല്ലാം അന്ധക്കരണത്തിലും പ്രകൃതിയിലുമാണ്. പ്രകൃതി ഉദ്ദേശം അവിടെ അന്ധക്കരണം എന്ന അർത്ഥത്തിലാണ്. അത് ചേതനിലേക്ക് പകർന്നു നൽകുക. ഈ ഒരു പ്രക്രിയ വേദാന്തിയും ഏറ്റെടുക്കുന്നുണ്ട്. എല്ലാം സംഭവിക്കുന്നത് അന്ധക്കരണത്തിൽ. അതിനെ ഏറ്റെടുക്കുന്നതായിരിക്കട്ടെ ജീവൻ. അതെന്തുകൊണ്ടാ? ആ ജീവന് ആ അന്ധക്കരണമായിട്ട് താതാത്മ്യമുള്ളത് കൊണ്ട്. ഈ താതാത്മ്യം വാസ്തവത്തിലുള്ളതാണോ? അല്ല. അത് വിളിക്കും താതാത്മ്യ അധ്യാസം എന്ന് വിളിക്കും. താതാത്മ്യം എന്ന് പറയുന്ന അർത്ഥം ഏകത്വം. ആരുമായിട്ട് ഏകത്വം വന്നു? ഈ ചേതന അന്ധക്കരണമായിട്ട് ഏകത്വം. അന്നപ്പോൾ ആ അന്ധക്കരണത്തിന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ ഞാൻ ചേതനിൽ നിന്ന് ഭിന്നനാണെന്നുള്ള കാര്യം? പറ്റില്ല. അതാണ് അവന്റെ അധ്യാസം. മനസ്സിലായോ? കയറിൽ സർപ്പം അധ്യസിക്കപ്പെടുമ്പോൾ നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റൂല. കയറ് വേറെ, സർപ്പം വേറെ. എപ്പോഴാണോ തിരിച്ചറിയുന്നത് അപ്പോൾ എന്ത് പറ്റും? ഈ ഭ്രമം മാറിക്കിട്ടും. സർപ്പത്തിനെ കയറ് എന്ന് കരുതിയ ഭ്രമം മാറിക്കിട്ടും. എപ്പോൾ? കയറ് വേറെ, സർപ്പം വേറെ എന്ന് തിരിച്ചറിഞ്ഞാൽ. ഇതേപോലെ ഞാനിവിടെ അധ്യാസം നേരിട്ടതാണെന്നും, ഇവിടെ അന്ധക്കരണത്തിൽ ചേതനന്റെ അധ്യാസം കൊണ്ടാണ് ഞാൻ എന്ന് അഭിമാനിക്കുന്നത് പോലും വാസ്തവത്തിൽ ഞാൻ എന്നുള്ള ചേതനൻ അധ്യാസം നേരിടാത്ത സർവവ്യാപകനായിരിക്കുന്ന നിത്യശുദ്ധ ബുദ്ധമുക്ത ചൈതന്യനാണെന്ന് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാനാണ് ശാസ്ത്രം പ്രയോഗം നടക്കുന്നത്. ठीक है. അതുകൊണ്ട് രണ്ട് കാര്യങ്ങളും ഇവിടെ കൂട്ടിച്ചേർക്കണം. എന്ത്? സകല ജഗത്തിനെയും നിഷേധം നടത്തണം. നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, അദ്വൈത സിദ്ധേഹ ജഗത് മിഥ്യാത്വ ദർശന പൂർവകത്വം. അത് പറയാൻ സിമ്പിളാണ്, ഒരു ലൈനില്ലേ. അദ്വൈതത്തിന്റെ ജ്ഞാനം ജഗത്തിന്റെ മിഥ്യാത്വ ദർശനം ഉണ്ടാകുമ്പോഴേ നടക്കത്തുള്ളൂ. ആ മിഥ്യാത്വ ദർശനത്തിൽ ആദ്യം പൊളിക്കേണ്ടത് എവിടെയാ? തന്റെ ശരീരത്തിലും. അതായത് നമ്മൾക്ക്
അന്ധക്കരണത്തിൽ നേരിട്ടുള്ള അധ്യാസം നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷെ ശരീരത്തിലെ നമ്മുടെ അധ്യാസം തിരിച്ചറിയാൻ പറ്റും, അല്ലേ? ശരീരമല്ല ഞാൻ എന്നുള്ളത് സുഷുപ്തി കാലത്ത് മനസ്സിലാവുന്നില്ലേ? എന്തുകൊണ്ടാ? സുഷുപ്തിയിൽ ശരീരം നിലനിൽക്കുന്നുണ്ട്, ഞാനൊന്ന് അഭിമാനിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അപ്പോഴും ഞാനായിരിക്കുന്ന ഒരുത്തൻ അവിദ്യാവൃത്തിയും കൂടി കൊണ്ടിരിക്കുന്നുണ്ട് സുഷുപ്തിയുടെ ദ്രഷ്ടാവായിട്ട്. അത് പിന്നെ പറയാം. നമുക്ക് ഇത്രയും മതി. ഒരു ചേതനൻ മാറി നിൽക്കുന്നുണ്ട് ശരീരത്തിന് വിലക്ഷണനായിട്ട്. അവൻ അന്ധക്കരണ സംബന്ധിയായിട്ടിരിക്കുമ്പോൾ മാത്രമാണ് ഞാൻ എന്നുള്ള ചിന്ത പോലും നമ്മൾക്ക് വരുന്നത്, അന്ധക്കരണ ഉപഹിത സാക്ഷിഭാവത്തിൽ. അവിടെയും സാക്ഷിയിലെ ഉപാധിയായിരിക്കുന്ന അവിദ്യയെ മാറ്റിവെച്ചിട്ട് സാക്ഷി സ്വരൂപൻ പോലും അല്ലാത്ത, എന്ന് പറഞ്ഞാൽ അന്ധക്കരണമോ അഥവാ അവിദ്യയായിട്ടോ സംബന്ധമില്ലാത്ത കേവലനായിരിക്കുന്ന വ്യാപക ചൈതന്യമാണ് ഞാൻ എന്നുള്ളൊരു ബോധം ഉണ്ടെങ്കിൽ മാത്രം ഈ ജഗത്തിന്റെ അധ്യാസം നഷ്ടപ്പെട്ടു കിട്ടും. അപ്പൊ എന്തൊക്കെ വേണം? ഈ അന്ധക്കരണവുമായിട്ട് എനിക്ക് സംബന്ധമില്ലെന്നും, ആയതിനാൽ അന്ധക്കരണ സംബന്ധത്തിന് ശേഷം വന്ന ഈ ശരീരമായിട്ട് പോലും എനിക്ക് സംബന്ധമില്ലെന്നും, എന്തുകൊണ്ടാ? ഈ ജഗത്ത് മൊത്തം മിഥ്യയായ സ്ഥിതിക്ക്, അന്ധക്കരണവും ശരീരവും ജഡപദാർത്ഥങ്ങളായ സ്ഥിതിക്ക് അവയും മിഥ്യയായതിനാൽ ഞാനായിരിക്കുന്ന കേവലന് അജ്ഞാനം കൊണ്ട് മാത്രമാണ് അന്ധക്കരണത്തിലെയും ശരീരത്തിലെയും അധ്യാസം എന്ന് തിരിച്ചറിയുമ്പോൾ ഇത് നിരന്തരം നടത്തുന്ന ആളാണ് അടുത്ത പടിയായിട്ട് കേവല ബ്രഹ്മസ്വരൂപത്തിന്റെ ചിന്തനത്തിന് പാത്രമാകുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു കാര്യം കൂടി പറയാം. ശരീര പരിച്ഛിന്നമായിക്കൊണ്ടാണ് ഓരോരുത്തർക്കും ഞാൻ എന്നുള്ള ബോധമുള്ളത്. മറ്റൊരാളുടെ ശരീരത്തിൽ നമ്മൾക്ക് ഞാനെന്ന ബോധമില്ല. മറ്റൊരാൾക്ക് നമ്മുടെ ശരീരത്തിൽ ഞാനെന്ന ബോധമില്ല. പക്ഷെ അവരവർക്ക് അവരവരുടെ ശരീരത്തിൽ ഞാനെന്ന ബോധമില്ലേ? ഉണ്ട്. നമ്മുടെ ശരീരത്തിന്റെ വെളിയിൽ നമ്മൾക്ക് ഞാനെന്ന ബോധമുണ്ടോ? ഇല്ല. ഈ പരമാത്മാ അന്ധക്കരണത്തിൽ, നമ്മുടെ ശരീരത്തിലിരിക്കുന്ന അന്ധക്കരണത്തിൽ പ്രതിബിംബിച്ചത് കൊണ്ടാണ് നമ്മൾക്ക് ഞാനെന്ന് ആ ചേതനനെ ഇപ്രകാരം തിരിച്ചറിയാൻ പറ്റുന്നത്. പക്ഷെ ഈ ചേതനൻ നമ്മൾക്ക് വെളിയിലും ഇല്ലേ? ശരീരത്തിന് വെളിയിൽ ഇവൻ തന്നെയല്ലേ? അപ്പോൾ വെളിയിലിരിക്കുന്ന ചേതനനും അന്ധക്കരണ സംബന്ധിയായിരിക്കുന്ന ചേതനനും തമ്മിൽ വ്യത്യാസം എന്താ? അതായത് ഒന്നിന് ഉപാധി താതാത്മ്യം വന്നിട്ടുണ്ട്, മറ്റൊന്നിന് ഉപാധി താതാത്മ്യം ഇല്ല. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി വേറെ കാര്യം കൂടി പറയാണ്. എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് ലോകത്തിന് ആവശ്യമുള്ളതുകൊണ്ട്, നമ്മൾ ഈ ക്ഷേത്ര പൂജാ സ്ഥലത്ത് പറയും പ്രാണപ്രതിഷ്ഠ എന്നുള്ളത് ആരുടെ പ്രാണനെയാണ് നിങ്ങൾ പ്രതിഷ്ഠിക്കുന്നത്? നിങ്ങളുടെ പ്രാണനെയാണോ പ്രതിഷ്ഠിക്കുന്നത്? ദേവതയുടെ പ്രാണനെയാണോ? ദേവതയ്ക്ക് പ്രാണനുണ്ടോ ഇല്ലയോ? എന്തുകൊണ്ടാണ് ദേവതയ്ക്ക് പ്രാണൻ ഉണ്ടെന്ന് പറയാൻ കാരണം? ദേവത ആണെങ്കിലും നമ്മളാണെങ്കിലും ജീവന്മാരാണ്. എല്ലാവരും ജീവന്മാരാണ്. ജീവന്മാരായതുകൊണ്ട് ജീവന്റെ, ഇന്നലെ ഞാൻ നമ്മൾ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, 17 കലകളോട് കൂടിയിരിക്കുന്ന ഒരു ഉപാധിയുണ്ട്, ലിംഗശരീരം. ആ ലിംഗശരീര യുക്തന്മാരായിട്ടാണ് എല്ലാ ജീവന്മാരും ഇരിക്കുന്നത്. ദേവതയും ഒരു ജീവൻ മാത്രമാണ്. ഒരു പരമാത്മാവ് മാറി നിൽക്കും, ബാക്കി എല്ലാം ജീവന്മാരാണ്. ആ കർമ്മത്തിന്റെ ഉപാസനയുടെ ബലം കൊണ്ട് ഒരു സമയത്ത് ദേവനായിരിക്കുന്നു, മറുസമയത്ത് മനുഷ്യനാവാം, പട്ടിയാവാം, പൂച്ചയാവാം, ആരും ആവാം. ഇത് സ്വന്തം കർമ്മ ഉപാസന സംസ്കാരത്തിനനുസരിച്ചിരിക്കും. തം വിദ്യാകർമ്മണി സമന്വാരഭേദേ പൂർവ്വപ്രജ്ഞാച എന്ന് പറയും. അടുത്ത ജന്മത്തിലേക്ക് പോകുന്ന സമയത്ത് അവന്റെ കൂടെ അവന്റെ കർമ്മവും, ചെയ്തിരിക്കുന്ന നല്ലതും മോശവുമായിരിക്കുന്ന കർമ്മങ്ങളും, അതേപോലെ അവന്റെ ഉപാസനയും അവന്റെ വിജ്ഞാനവും, ഉപാസന തന്നെയെന്നല്ല, അവന്റെ എല്ലാ വിജ്ഞാനവും, അതേപോലെ അവന്റെ സംസ്കാരവും, ഇത് മൂന്നും ചേർന്നിട്ടാണ് സംസ്കാരം. അതായത് കർമ്മത്തിൽ നിന്നും, നമ്മൾ ചെയ്ത കർമ്മങ്ങളിൽ നിന്നും, ചെയ്ത ഉപാസന വിജ്ഞാനാദികളിൽ നിന്നും ജനിച്ചിരിക്കുന്ന ഒരു സംസ്കാരമുണ്ട്. ഈ മൂന്നും ചേർന്നിട്ടാണ് അടുത്ത ജന്മം കിട്ടാൻ പോകുന്നത്. ആ സമയത്ത് ചിലപ്പോൾ കർമ്മം ചെയ്ത് കർമ്മന പിതൃലോക എന്ന് പറയും. പക്ഷെ പിതൃലോകത്തിന്റെയും പൊക്കത്താണ് സ്വർഗലോകം ഉള്ളത്. ठीक है. അപ്പം സ്വർഗലോകം വരെ പോകാൻ വേണ്ടി കർമ്മവും, കർമ്മസഹിത ഉപാസന അഥവാ ഉപാസന മാത്രമാണെങ്കിൽ അവരുടെ യാത്രയുടെ അവസാനമാണ് ഹിരണ്യഗർഭൻ. അപ്പൊ ഹിരണ്യഗർഭ ലോകം എന്നുള്ള ദേവതാലോക പ്രാപ്തിക്കായിട്ട് ഉപാസനയോ അഥവാ ഉപാസന സമുച്ചിത കർമ്മമോ കാരണമാവും.
അത് കർത്തൃത്വ ബുദ്ധി ഇല്ലാത്ത കർമ്മം എന്നൊന്നുമില്ല കേട്ടോ. കാരണം കർത്തൃത്വ ബുദ്ധി ഇല്ലാത്ത കർമ്മം അന്ധകരണ ശുദ്ധി വഴി വിജ്ഞാനത്തിന് കാരണമാവുന്നത്. ഇത് കർത്തൃത്വ ബുദ്ധിയോടുകൂടിയുള്ള കർമ്മം തന്നെയാണ്. ഇതൊന്നും ടെക്സ്റ്റിൽ തരത്തില്ല കേട്ടോ. ഇതിന്റെ വകഭേദങ്ങൾ കുറെ പറയാനുണ്ടാവും. ഇങ്ങനെ എന്തുകൊണ്ടാ ഹിരണ്യഗർഭ ലോകം പോകണം എന്ന ആഗ്രഹമുള്ളവൻ നല്ല കർത്താവ് തന്നെയല്ലേ, അഭിമാനിയായിട്ടിരിക്കുകയല്ലേ. അവന്റെ കർത്തൃത്വം അവന്റെ ഭോക്തൃത്വം ഒന്നും നഷ്ടപ്പെടുത്താൻ തയ്യാറല്ല. അതുകൊണ്ടാണല്ലോ ഹിരണ്യഗർഭ ലോകത്തിലേക്ക് പോകാൻ നിന്നത്. അല്ലാത്തവൻ എന്താണ്? കേവല കർമ്മി. കേവല കർമ്മി എത്തിച്ചേരുന്ന ലോകമാണ് സ്വർഗലോകം. അന്നപ്പോൾ സ്വർഗത്തിലെയും ദേവന്മാരുണ്ട്, കർമ്മജ ദേവന്മാരുണ്ട്, ആചാന ദേവന്മാരുണ്ട്, അങ്ങനെയും വിഭാഗം ഉണ്ടാവും. നിങ്ങൾക്കിത് ആനന്ദമീമാംസ തൈത്തിര്യത്തിൽ വരുന്നേരം അവിടെ കാണാം. ഗന്ധർവൻ, ആചാനദേവൻ, കർമ്മജദേവൻ എന്നിങ്ങനെയുള്ള വിഭാഗം. പിന്നെയുള്ളതാണ് ഹിരണ്യഗർഭ ലോകം വരെയുള്ള ഉപാസകന്റെ ഗതി. അവിടെയും ശരീരം ദേവതാ ശരീരമാണ്. അന്നപ്പോൾ ദേവതകൾക്ക് എന്തുണ്ട്? ലിംഗശരീരമുണ്ട്. ലിംഗശരീരത്തിൽ എന്തുണ്ട്? പ്രാണനുണ്ട്. പ്രാണൻ എങ്ങനെ കൊടുക്കും എക്സ്ട്രാ? അപ്പൊ ഇതൊക്കെ വേറെ ചർച്ചയുടെ ലെവലാണ്. പക്ഷെ ഇതിനൊക്കെ മന്ത്രമുണ്ട് കേട്ടോ. പ്രാണപ്രതിഷ്ഠയുടെ കാര്യത്തിൽ മന്ത്രമുണ്ട്. പക്ഷെ ഇവിടെ ഉപയോഗിക്കുന്നുണ്ടോ എനിക്ക് അറിയത്തില്ല. വേദത്തിൽ മന്ത്രമുണ്ട്. അതോടെ നിൽക്കട്ടെ. അന്നപ്പോൾ ഈ അപ്പൊ നമ്മൾ ചോദിക്കല്ലേ, എന്ത് എന്താ കല്ലില് ദേവനുണ്ടോ അല്ല കല്ലിലേക്ക് കൽപ്പിക്കുകയാണോ? അതായത് നിങ്ങളുടെ വേദാന്ത സിദ്ധാന്തത്തിൽ ഭാഷ്യകാരൻ ബ്രഹ്മസൂത്രത്തില് ദേവത അധികരണ ന്യായം കൊണ്ടുവരുന്നുണ്ട്. ഒരു കുറച്ച് സൂത്രങ്ങൾ തന്നെ ദേവതാ സിദ്ധിക്കായിട്ടുള്ളതാണ്. അപ്പൊ ആ സ്ഥലത്ത് ദേവതയെ കുറിച്ച് പറയുന്നേരം ഭാഷ്യകാരൻ പറയുന്നത്, ദേവതയ്ക്ക് വേണമെങ്കിൽ ഒരിടത്ത് എവിടെയാണോ അവിടെ നിന്നിട്ട് എല്ലാവരുടെയും ഭോഗം സ്വീകരിക്കാൻ പറ്റും. അതായത് നമ്മൾ അർപ്പിക്കുന്ന എല്ലാം ഒറ്റ ശരീരത്തിൽ നിന്ന് തന്നെ സ്വീകരിക്കാൻ പറ്റും. ഏതുപോലെ? ഒരു രാജാവ് എല്ലാവരുടെയും നമസ്കാരം സ്വീകരിക്കുന്നത് പോലെ അങ്ങനെയാവാം. അല്ലെങ്കിലോ അണിമാതി അഷ്ടൈശ്വര്യ സിദ്ധി ഉള്ളത് കൊണ്ട് വ്യസ്തങ്ങളായിരിക്കുന്ന ശരീരങ്ങൾ എടുത്തിട്ട് തത്തത് യാഗസ്ഥലത്ത് ഉപസ്ഥിതനാവാം. ഈ രണ്ട് വികല്പം എന്തിനു വെച്ചു? ഇങ്ങനെയാവാം. ഓക്കെ, ഞാൻ പറയാൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ദേവതയെ നമ്മൾക്ക് കല്ലിൽ കയറ്റേണ്ട ഒരു തന്തല്ലത്. പിന്നെയോ ഇത് ദൃഷ്ടാന്തം തരുന്നത് ശാലഗ്രാമ ശിലയിലെ വിഷ്ണു ബുദ്ധി പോലെ എന്ന് പറയും. ശാലഗ്രാമ ശില അവിടെ വിഷ്ണുവിനെ കൽപ്പിക്കുകയാണ്. അപ്പം ഉപാസനാ സ്ഥലത്ത് ഉപാസകന് മനസ്സ് കേന്ദ്രീകരിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഉപാധിയാണ് അവിടുത്തെ ശാലഗ്രാമശില. അതേപോലെ തന്നെ നർമ്മദാശില എന്ന് പറയും. ഓക്കെ, ശിവബുദ്ധി ചെയ്യാനായിട്ട് ശിവോപാസകന്മാർക്ക് നർമ്മദാശിലയുടെ പ്രയോഗവും നടക്കും. അപ്പോൾ ഈ ഉപാസകന് പ്രതീകമാക്കി എടുത്തിട്ട് പ്രതീക സ്ഥലത്ത് പ്രതീകം പ്രധാനമല്ല. അതുകൊണ്ടാണ് പ്രതീകം എന്ന് പറയുന്നത് തന്നെ. മനസ്സിലായോ? പ്രതീകോപാസന, അഹങ്കാരോപാസന എന്ന് നമ്മൾ വിഭാഗം ചെയ്യുന്ന സമയത്ത് പ്രതീകോപാസന സ്ഥലത്ത് പ്രതീകത്തിന് പ്രാധാന്യമില്ല. പിന്നെ ഉപാസ്യ ദേവതയ്ക്ക് മാത്രമാണ് പ്രാധാന്യം. ആ ദേവതയ്ക്കായിരിക്കട്ടെ സ്വന്തം ശരീരവും പ്രാണനും ഒക്കെ ഉണ്ട്. നമ്മളായിട്ട് പ്രത്യേകിച്ച് കൊടുക്കണ്ട. നമ്മളെ കയ്യിലുള്ളത് സ്ഥൂല പ്രാണനാണ്. ദേവതയ്ക്ക് ലിംഗശരീരത്തിലുള്ളത് സൂക്ഷ്മപ്രാണനാണ്. ആ സൂക്ഷ്മപ്രാണൻ നമ്മൾക്കും ഉണ്ട്. ഒരു ശരീരം, അതായത് നമ്മൾ ഈ ശരീരത്തിന് വിട്ടുപോയാൽ ആ ലിംഗശരീരത്തിലെ സൂക്ഷ്മപ്രാണന് പുറത്തിരിക്കുന്ന വായുവിനെ ഗ്രഹിക്കേണ്ട ആവശ്യം വരുന്നില്ല. അവൻ ഏതൊരു സ്ഥൂല ശരീരമാണോ എടുത്തിട്ട് ഭോഗം ചെയ്യാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ അവന്റെ അനുഭവം, സുഖദുഃഖാദികളായിരിക്കുന്ന ഭോഗം അവൻ അനുഭവിക്കുന്ന കാലം മുതൽക്ക് മാത്രമാണ് അവന്റെ പ്രാണൻ പുറത്തുള്ള വായുവിനെ സ്വീകരിക്കുന്നത്. ഇനി എന്താണ് നിങ്ങളുടെ ചാന്തോക്യത്തില് പഞ്ചാഗ്നി വിദ്യ ഉപാസന സ്ഥലത്ത് സ്വർഗത്തിൽ നിന്നും തിരിച്ചു വരുന്ന ജീവനെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ സ്വർഗത്തിൽ നിന്നും അവിടെ തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരു ബോധവും ഇല്ലാവില്ല. അവനെ അതായത് 5 ഘട്ടങ്ങളായിട്ട് അവൻ കയറി വരുന്നത്. അവൻ ആ സ്വർഗത്തിൽ നിന്ന് പർജന്യത്തിലേക്ക് വന്നിട്ട് പർജന്യത്തിലൂടെ പൃഥ്വിയിൽ വന്നു, പൃഥ്വിയിൽ നിന്ന് പുരുഷനിൽ വന്നു, പുരുഷനിൽ നിന്ന് യോഷ സ്ത്രീയിലേക്ക് പോയിട്ട് അവൻ ജന്മെടുത്തിട്ടുണ്ട്. സ്ത്രീയിലേക്ക് പോയ ശേഷം മാത്രമാണ് അവന് സമയമാവുമ്പോൾ, അതായത് അമ്മയുടെ വയറ്റിലിരുന്നവന് കണ്ണും മൂക്കും എല്ലാം ചെറിയ ചെറിയ അവയവങ്ങൾ സമ്പന്നമായി വരുമ്പോൾ മാത്രമാണ് അവിടെ പ്രാണൻ
പുറത്തുള്ള പ്രാണനെ ഗ്രഹിക്കാൻ തുടങ്ങുന്നത്. ആ സമയത്ത് മാത്രമാണ് അവന് ബോധവും വരുന്നത്. അതിനു മുന്നേയുള്ള അവസ്ഥയെ ദീർഘ സുഷുപ്തി എന്ന് പറയും. ഓക്കെ, അന്നപ്പോൾ നമ്മൾ പറയാറില്ലേ, എന്താ കല്ലിൽ എന്താ പരമാത്മാവില്ലേന്ന്? അതായത് ദേവത കല്ലിലുണ്ടോ എന്നുള്ള ചോദ്യത്തിന് തിരിച്ചെന്താ ചോദിക്കാറ്? എന്താ വ്യാപക പരമാത്മ കല്ലിലില്ലേ? ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ടോ? ചോദ്യം വേറെ വഴിക്കാണ്, ഉത്തരം കൊടുത്ത വേറെ വഴിക്കാണ്. കേവല പരമാത്മാ കല്ലിലും മുള്ളിലും എല്ലാവരും ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് ദേവതയായിട്ട് എന്ത് ബന്ധം? കാരണം എന്താ സംസാരിക്കുന്നത്? നമ്മൾക്ക് ദേവത ആരാണ്, പരമാത്മാവ് ആരാണെന്നുള്ള ബോധമില്ലാത്തതിന്റെ തകരാറാണ്. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ, ഈ പരമാത്മാവ് ഈശ്വരഭാവത്തിലിരിക്കുമ്പോൾ പ്രാണനുണ്ടോ, ലിംഗശരീരമുണ്ടോ? ഇല്ല. ലിംഗശരീരമെങ്കിൽ പിന്നെ എവിടുന്നാണ് നിങ്ങൾ ബാഹ്യപ്രാണനെ കയറ്റാൻ പോകുന്നത് പരമാത്മാവിന്? ഇങ്ങനെയുള്ള ഇഷ്ടം പോലെ ചോദ്യങ്ങൾ അങ്ങോട്ട് കൊടുത്താൽ ഈ പ്രാണം കല്ലിന്ന് കയറ്റുന്ന പരിപാടി അവസാനിപ്പിക്കും. ഒരു രക്ഷയില്ല. പിന്നെ ഇത്രയേ ഉള്ളൂ, സങ്കല്പമല്ലേ എന്ന് തിരിച്ചു ചോദിക്കണം. അതാണ് നമ്മൾ പറഞ്ഞ ജഗത്ത് മൊത്തം സങ്കല്പമാണ്. പിന്നെ ഒന്നായിട്ട് മാറ്റി നിൽക്കൂ. ചെയ്താൽ അതിന്റെ ഫലം ഉണ്ടാകും. ഫലം ഇല്ലെന്നല്ല. കാരണം ഒരു കല്ലിന് മുന്നിൽ വെച്ചിട്ട് ദേവതയ്ക്ക് അർപ്പിക്കുന്ന കാര്യങ്ങൾ ആരാ സ്വീകരിക്കുന്നത്? ദേവതയാണ് സ്വീകരിക്കുന്നത്. നിങ്ങൾ പണ്ട് കണ്ടിട്ടുണ്ടോ പല സ്ഥലത്തും പീഠം മാത്രമേ ഉള്ളൂ, കല്ലും മുള്ളൊന്നും വെച്ചിട്ടൊന്നല്ല, പീഠത്തിൽ സങ്കല്പിച്ചിരിക്കുകയാണ്. അത്രേ ഉള്ളൂ സംഭവം. അതായത് നമ്മൾക്ക് ഇപ്പോൾ പോകുന്ന വഴിയിൽ ചില സ്ഥലങ്ങൾ ഇഷ്ടാവൂലേ? അവിടെ കയറിയിരിക്കാൻ തോന്നൂലേ? ദേവതകളും ജീവൻ തന്നെയല്ലേ? അത്രയുള്ള സംഭവം. അതായത് അങ്ങോട്ട് ഇത് കൊടുക്കൽ വാങ്ങൽ സ്ഥലമാണിത്. അങ്ങോട്ട് ഉപാസനയോ ഭോഗമോ കൊടുത്തു കഴിഞ്ഞാൽ സന്തുഷ്ടരാകും. അതായത് ദേവതാ അധികരണ സ്ഥലത്ത് പറയും എന്തൊക്കെയാ? വിഗ്രഹോ ഹവിഷാം ഭോഗ ഐശ്വര്യഞ്ച പ്രസന്നത ഫലധാതൃത്വം ഇത്യേത് പഞ്ചകം വിഗ്രഹാദികം എന്ന് പറയും. വിഗ്രഹം എന്ന് പറഞ്ഞാല് ഈ കല്ലുകൊണ്ടുണ്ടാക്കിയ വിഗ്രഹം എന്നല്ല കേട്ടോ അതിനർത്ഥം, ശരീരം എന്നാണ് അർത്ഥം. അതായത് ദേവതയ്ക്ക് സ്ഥൂല ശരീരമാണോ സൂക്ഷ്മ ശരീരമാണോ? സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ ലിംഗശരീരം മാത്രമാണോ? അല്ല. അപ്പൊ സ്ഥൂലത്തിൽ സൂക്ഷ്മം എന്ന് പറയണം. വായു ഈ നമ്മുടെ മുന്നിലിരിക്കുന്ന ആകാശം, ഇത് പഞ്ചീകൃതമാണോ അപഞ്ചീകൃതമാണോ? വായുവിൽ കാണുന്നത് ഈ ആകാശം അപഞ്ചീകൃതമാണോ പഞ്ചീകൃതമാണോ? പഞ്ചീകൃതം. എന്നിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പറ്റുന്നില്ല. അതുപോലെ തന്നെ പഞ്ചീകരിച്ചാൽ കാണണം നിർബന്ധമൊന്നുമില്ല. ഇനി ആ ഉപാസകന്റെ അത്രയും ഉപാസനയുടെ ബലം കൊണ്ട് വേണമെങ്കിൽ ദേവതയ്ക്ക് ശരീരം കാണിക്കുന്ന രീതിയിൽ കൊണ്ടുവരാമെന്ന് മാത്രം. അല്ലാതെ സ്ഥൂല ശരീരത്തിൽ പോലും സൂക്ഷ്മമാണ് ദേവതാ ശരീരങ്ങൾ അങ്ങനെയായിരിക്കുന്നത്. അപ്പോ ഇവിടെയും ഈ ഭൂമിയിലും കറങ്ങുന്ന സമയത്ത് എവിടെയാണോ ഇഷ്ടം അവിടെ ഇരിക്കാം. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, സന്നിധി എന്ന് പറയുന്നത്. ടീക്കെ, സാന്നിധ്യം അനുഭവപ്പെടുകയാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്തു? നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും പീഠം വെച്ചിട്ട് പുഷ്പം അഞ്ജലി കൊടുത്താലും സ്വീകരിക്കും, വിഗ്രഹം വെച്ചാലും സ്വീകരിക്കും എന്ന് കരുതിയിട്ട് വിഗ്രഹമാണ് ദേവത എന്ന് പറഞ്ഞു വരരുത്. അത് ദേവതയ്ക്ക് തന്നെ ഒരു മാനക്കേടാവും. അപ്പോൾ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരാം. ഓക്കെ, നമ്മൾ ഇവിടുന്ന് അധ്യാസത്തിന്റെ കാര്യം പറഞ്ഞു പോയതാണ്. ഇപ്രകാരം താതാത്മ്യ അധ്യാസത്തെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, അതായത് ഈ ശരീരവുമായിട്ടുള്ള ജീവന്റെ താതാത്മ്യ അധ്യാസത്തെ മാറ്റി നിർത്തിയാൽ ജീവൻ എന്തായിരിക്കും സ്വരൂപം? പരമാത്മ സ്വരൂപമായിരിക്കും. അതായത് തത്വമസി എന്നുള്ള മഹാവാക്യത്തിന്റെ നിരൂപണം ജീവൻ സ്വന്തം നിലയ്ക്ക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞർത്ഥം, തത്പദാർത്ഥമായിരിക്കുന്ന നിത്യശുദ്ധ ബുദ്ധിമുക്തനായിരിക്കുന്ന പരമാത്മാവിനെയും തൊമ്പദത്തിന്റെ അർത്ഥമായിരിക്കുന്ന കൂട്ടസ്ഥനായിരിക്കുന്ന നിത്യശുദ്ധ വസ്തുവിന്റെയും ഏകത്വം, ഇല്ലാത്ത ഏകത്വം ഉണ്ടാക്കിയതാണോ അല്ല ഉള്ള ഏകത്വത്തെ ബോധിപ്പിക്കുക മാത്രമാണോ ചെയ്യുന്നത്? ഉള്ളതിനെ ബോധിപ്പിക്കുകയാണ്. അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ അതായത് ഈ കൂട്ടസ്ഥൻ പരമാത്മാവായിട്ട് പോലും എന്തുകൊണ്ടാണ് ഞാനായിരിക്കുന്ന കൂട്ടസ്ഥന് ഈ ശരീരത്തിൽ അഭിമാനം നേരിടുന്നത്? അത് അവന്റെ അനാദിയായിരിക്കുന്ന അവിദ്യായുക്തമായിരിക്കുന്ന അന്ധകരണത്തിലെ അധ്യാസം, അന്ധകരണ അധ്യാസം കൊണ്ട് അവൻ ചെയ്തിരിക്കുന്ന കർമ്മത്തിൽ നിന്ന് അവന് കിട്ടിയിരിക്കുന്ന ഈ ജന്മത്തിലെ ഈ ശരീരത്തിലെ അധ്യാസം ഇത്രയും പരമ്പരയായിട്ടും പോരും. അന്നപ്പോൾ ഈ ശരീരത്തിൽ ഞാനെന്ന് അഭിമാനിക്കും. ഈ ശരീരം വിട്ട് മറ്റൊരു ശരീരം കിട്ടിയാലോ അവിടെയും ഞാനെന്ന് അഭിമാനിക്കും. ഇങ്ങനെയുള്ള അഭിമാനം ഈ ത്വം പദാർത്ഥം ആരാ? കൂട്ടസ്ഥൻ. ലക്ഷ്യാർത്ഥമായി
ഈ ത്വംപദാർത്ഥ ശോധനയ്ക്കാണ് ഏറ്റവും കൂടുതൽ മെനക്കേട് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ കേവല വ്യാപക ചൈതന്യമാണെന്ന് എത്ര നമ്മൾ നിശ്ചയിച്ചാലും പിന്നെയും തിരിച്ച് ശരീരത്തിലെ അഹംബോധം തിരിച്ചു വരുന്നത്. അതുകൊണ്ട് അഹംബോധം ശരീരത്തിൽ വരാത്ത രീതിയിൽ കേവലനായിരിക്കുന്ന എന്നെ മനസ്സിലാക്കാനാണ് ഏറ്റവും കൂടുതൽ പ്രയത്നം നടത്തേണ്ടത്. മനസ്സിലായി? നമ്മൾ വേദാന്തത്തിന്റെ വിചാര സൈഡ് സംസാരിക്കുകയാണ്, അല്ലാതെ വിളക്ക് കത്തിച്ചിട്ട് രാമരാമ ചെയ്യുന്ന പരിപാടിയല്ല. അതെ അതെ വിചാരത്തിന് അനുകൂലമായി നിൽക്കാൻ ശ്രമിക്കുക. ठीक है. ആദ്യകാലത്ത് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പരമതത്തോടുള്ള ദ്വേഷം, സ്വമതം സ്ഥാപിക്കാനുള്ള വ്യഗ്രത, ഇതൊന്നും ആരും കാണിക്കാതിരിക്കുക നിങ്ങൾക്ക് ശാസ്ത്രം എനിക്ക് പഠിക്കണമെങ്കിൽ. എന്തുകൊണ്ടാ? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾ പഠിക്കുന്ന നിങ്ങൾക്ക് ഇതൊക്കെ പ്രതിബന്ധകനായി നിൽക്കും. വസ്തുബോധത്തിന് പ്രതിബന്ധകനാണതെല്ലാം. നമ്മൾ ഹൃദയത്തോടു കൂടി സ്വീകരിക്കുക, തെറ്റാണെന്ന് തോന്നിയാൽ ഉപേക്ഷിക്കുക, അതുവരെങ്കിലും ഇരിക്കുക. നിങ്ങൾ തെറ്റാണെന്ന് തെളിച്ചാൽ അത് വേറെ കാര്യം. അദ്വൈത വേദാന്തത്തെ തെറ്റാണെന്ന് തെളിക്കാം. അതെന്തുകൊണ്ടാ? തർക്ക അപ്രതിഷ്ഠാനാത്. തർക്കത്തിൽ ഒരിക്കലും പ്രതിഷ്ഠ ഉണ്ടാവത്തില്ല. ബ്രഹ്മസൂത്രമാണ്, തർക്കത്തിൽ പ്രതിഷ്ഠ ഉണ്ടാവാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ന്യായാമൃതം വന്ന് ഒരു കാലത്ത് ന്യായാമൃതം എന്നുള്ള ഗ്രന്ഥം നിങ്ങളുടെ അദ്വൈത വേദാന്തത്തെ മുച്ചൂട് മുടിക്കാൻ എഴുതി വെച്ച സാധനമാണ്. അതിനുശേഷമാണ് എന്ത് വരുന്നത്? അദ്വൈത സിദ്ധി. അപ്പോൾ വാഗ്വാദത്തിലൂടെ ഒരാൾക്ക് മറ്റൊരാളെ ജയിക്കാം. അതൊക്കെ ഭാട്ട സിദ്ധാന്തത്തിലൊക്കെ പറയും. ഒരാള് എത്രയും മനോഹരമായിട്ട് ബുദ്ധിപൂർവമായി സിദ്ധി വെച്ചാൽ അതിനേക്കാൾ ബുദ്ധിയുള്ളവൻ ഇതും തെറ്റാണെന്ന് സിദ്ധിക്കും. അങ്ങനെയാണ് അതിന്റെ പ്രക്രിയ. അതേപോലെ പണ്ട് ഒരു നമ്മുടെ രഘുനാഥ ശിരോമണി എന്നുള്ള ഒരു മഹാ നൈയായികൻ ഉണ്ടായിരുന്നു. അങ്ങനെ അടുത്തൊന്നും ഈ കളി നടക്കത്തില്ല. അങ്ങനെ പച്ചയ്ക്ക് പറഞ്ഞു പോയൊരു കാര്യമുണ്ട്. നിങ്ങൾ വിദ്വാൻമാരെല്ലാവരും കൂടി ചേർന്നിട്ട് ഈ ലക്ഷണം, അതായത് ലക്ഷണ പ്രമാണാഭ്യം വസ്തുസിദ്ധിനത് പ്രതിജ്ഞാ മാത്രേണ, ഇതൊക്കെ പ്രക്രിയ സൈഡാണ്. നിങ്ങളും കേട്ട് കേട്ട് പ്രക്രിയ സൈഡ് പഠിക്കും കുട്ടികളെ. പ്രക്രിയ സൈഡ് പഠിച്ചിട്ട് വേദാന്തം പഠിച്ചാൽ അതിന്റെ സ്റ്റഫ് വേറെയാ. വിദ്വാൻമാർ ഒന്നിച്ചു ചേർന്നിട്ട് നിങ്ങളൊരു ലക്ഷണം, പൃഥ്വിയുടെ ലക്ഷണം, നെയ്യായികൻ എന്താ പറയാ? ഗന്ധവത്വം പൃഥ്യാഹ ലക്ഷണം. എവിടെയാണോ ഗന്ധമുള്ളത് അതാണ് പൃഥ്വി എന്നാ പറഞ്ഞത്. അപ്പൊ ജലത്തിൽ ഗന്ധം ഉണ്ടാവാറില്ലേ? അല്ല, ജലത്തിൽ പൃഥ്വിയുടെ അംശം കലർന്നത് കൊണ്ട് ജലത്തിലൂടെ അനുഭവപ്പെടുമ്പോൾ പോലും ആ ഗന്ധം ജലത്തിൻ്റെതല്ല, പൃഥ്വിയുടേതാണെന്നാണ് നൈയായികന്മാർ പറയുക. അപ്പൊ ഗന്ധവത്വം പ്രത്യാഹ ലക്ഷണം എന്ന് അവർ പറയും. ഇപ്രകാരം ലക്ഷണവും പ്രമാണവും കൊടുത്തെങ്കിൽ മാത്രമേ ഒരു വസ്തുവിന്റെ സ്വഭാവം ഇന്നതാണെന്ന് സിദ്ധിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എന്റെ ഗുരു ജ്ഞാനിയാണെന്ന് വായി കൊണ്ട് പറഞ്ഞതുകൊണ്ട് നടക്കൂല. ടീക്കേ, അത് പ്രതിജ്ഞ മാത്രമാണെന്ന് പറയുന്നത്. നിങ്ങൾ ശപഥം ചെയ്തതുകൊണ്ട് നമ്മുടെ കാര്യം നടക്കത്തൊന്നുമില്ല. അപ്പോൾ നമ്മൾ വാഗ്വാദം തുടങ്ങിയാൽ അവിടെ സ്നേഹമൊന്നുമില്ല, അവിടെ ടെർമിനോളജി ഉണ്ട്, എങ്ങനെ സംസാരിക്കണം, എപ്പോൾ വാദം തോൽക്കും. മനസ്സിലായോ? ഒരു വാദം നടക്കുന്ന സ്ഥലത്തെ നീയും ജയിച്ചു ഞാനും ജയിച്ചു എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്ന പരിപാടിയൊന്നുമില്ല വാദത്തില്. ഏതെങ്കിലും ഒരാൾ ജയിക്കും, ഒന്ന്. അതേപോലെ തന്നെ വാദം നടത്തുന്ന മീഡിയേറ്റർ ഉണ്ടല്ലോ, മധ്യസ്ഥൻ എന്ന് പറയും. മധ്യസ്ഥന് രണ്ടു വാദവും കേട്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ആ വാദങ്ങൾ ഏത് ശാസ്ത്രത്തെ സംബന്ധിച്ചാണോ ആ ശാസ്ത്രത്തിന്റെ അവഗാഹമുള്ള ആളാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു പത്രപ്രവർത്തകൻ ഇരുന്നിട്ട് ചെയ്യേണ്ട ചർച്ചയല്ലത്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഈ ചർച്ച ഒരു കാലത്ത് എങ്ങനെ പോയി, ഇന്നിപ്പോൾ ആൾക്കാർ ചെയ്യുന്ന ഈ ഡ്രാമ, ഇത് സാമ്പ്രദായികമായിട്ട് നിലനിൽക്കത്തില്ല. കാരണം ഇവൻ പറഞ്ഞാൽ അവൻ പറഞ്ഞാൽ ഇതിൽ തെറ്റെന്താന്ന് മനസ്സിലാക്കാൻ പറ്റണ്ടേ. ഇനി തെറ്റ് ആണെങ്കിൽ ഇപ്പം വേദാന്തി തോൽക്കുന്ന ഇടമില്ലേ? എന്തുകൊണ്ടാ? നൈയായികന്റെ അടുത്ത് ഇജാതി കളിയൊന്നും കൊണ്ട് ചേർക്കാൻ പറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് രഘുനാഥ ശിരോമണി പറഞ്ഞത്, നിങ്ങൾ വിദ്വാൻമാർ കൂടി ചേർന്നിട്ട് ഒരു ലക്ഷണം ഉണ്ടാക്കിക്കോ, എന്നിട്ട് പറ ഇത് നിർദ്ദിഷ്ട ലക്ഷണമാണ് എന്ന് പറയാൻ ആർക്കും ഇതിലൊരു ദോഷം കാണിക്കാൻ പറ്റത്തില്ല. ഇനി വേറെ ഒരു ഗ്രൂപ്പ് എന്താണ് വിദ്വാൻമാരിരുന്നിട്ട് ഒരു ലക്ഷണം ഉണ്ടാക്കുക, എന്നിട്ട് പറ ഇതിൽ ദോഷമുണ്ട്, ഇതിനെ ഒരിക്കലും ശരിയാക്കാൻ പറ്റൂല എന്ന് പറ. ഞാൻ ഈ ശരിയാക്കാൻ പറ്റാത്ത ലക്ഷണത്തെ ശരിയാക്കി തരാം, ശരിയാക്കിയ ലക്ഷണത്തെ ഞാൻ ശരികേടാക്കി തരാം എന്നാണ് അങ്ങേര് പറഞ്ഞു തരുന്നത്. ആര്? രഘുനാഥ ശിരോമണിയുടെ വാക്യമാണ്. വിദുഷാം നിവേഹൈരിഹൈകമത്യാ യത് അദുഷ്ടം നിരിടങ്കി യച്ച ദുഷ്ടം മൈ ജൽപതി കൽപ്പനാധിനാഥേ രഘുനാഥ മണിന തഥന്യതേതി രഘുനാഥ മനുതാം തഥന്യതേതി. ഞാൻ കൽപ്പനകളുടെ അധിനാഥനായിരിക്കുന്ന രഘുനാഥൻ പറയാണ്, നിങ്ങൾ ചെയ്തു വെച്ചിന് ഞാൻ തരംതിരിച്ച് ചെയ്ത് കാണിച്ചുതരാം എന്ന് പറഞ്ഞാൽ ആർക്കും ശബ്ദകോലാഹലത്തിലൂടെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാതെ പോകുന്ന അർത്ഥം. അതുകൊണ്ട്
അവസാനം എന്തേ ഉള്ളൂ? ശ്രദ്ധ എന്നുള്ളൊരു സാധനം, വൈദിക ശാസ്ത്രത്തിലെ ശ്രദ്ധ. പിന്നെ അത് വെച്ചു പോകുന്നേ അല്ല. ഉണ്ടല്ലോ ഇപ്പോൾ ഉള്ള ഗുരുക്കന്മാര് പറയുന്ന പോലെ, എന്നെ നിങ്ങൾക്ക്, ഞാൻ ഗുരുവാണ്, എന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല, അതല്ല. ശാസ്ത്രമേ മുന്നിട്ട് നിൽക്കുന്നുള്ളൂ. ശാസ്ത്രത്തിന്റെ അറിവുള്ള ആള് മാത്രമേ അവിടെ ഗുരു ആവുന്നുള്ളൂ. പൊട്ടിമുളയ്ക്കുന്നേക്ക് ഭൂമി പിളർന്നിട്ട് ഒരു ഗുരു വരുന്നൊന്നുമില്ല ഇവിടെ. ഇപ്പോൾ ഗീതാകാരൻ അങ്ങനെ അധ്യയനം നടത്തിയിട്ടില്ലേ ശ്രീകൃഷ്ണേട്ടൻ? പറഞ്ഞാൽ പോരായിരുന്നു, എന്നെ അങ്ങനെയൊന്നും അദ്ദേഹത്തിന് വിടാൻ പാടുന്നില്ല, ഞാൻ ജഗത്തിന്റെ നിർമ്മാതാവാൻ പറഞ്ഞിട്ടൊന്ന് അഹങ്കരിച്ചുവിടായിരുന്നു? പറ്റൂല. അതെന്തുകൊണ്ടാ? അതാണ് നമ്മുടെ പരമ്പര. സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾ അടുത്ത ഗുരുവിൽ നിന്ന് പഠിച്ചിരിക്കണം. എന്തുകൊണ്ടാ? ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠനാവണമെങ്കിൽ ഇതാണ് സ്ഥിതി. അതാണ്. അത് പൊളിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് അങ്ങേര് വിദ്യാഭ്യാസത്തിന് പോയത്. മനസ്സിലായോ? അപ്പം ഗുരുവുള്ളവൻ, അതായത് ഇനിയും നിങ്ങൾക്ക് ചാന്തോക്യത്തിൽ കാണാം, ആചാര്യവാൻ പുരുഷോ വേദ തസ്യ താവദേവച്ചിരം യാവന്ന വിമോക്ഷത സത്സമ്പസ്യേ. ആചാര്യൻ ഉള്ളവൻ ആരാണോ അവനാണ് ആചാര്യവാൻ. അങ്ങനെ ഇരിക്കുന്ന പുരുഷൻ മാത്രമേ വസ്തുവിനെ അറിയത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഇതൊരു മഹത്തായ പരമ്പരയുടെ ഭാഗമായി നിന്നുകൊണ്ട് മാത്രമേ അദ്വൈത വേദാന്തത്തിന്റെ ബോധം ഉണ്ടാകത്തുള്ളൂ. ठीक है. ന്യൂട്ടന് കിട്ടിയ പോലെ തിയറി എന്നല്ലല്ലോ എന്തെങ്കിലും തലയിൽ വീണിട്ട് കിട്ടാൻ. ठीक है. പക്ഷെ നമ്മളുടെ കഥകളാണ്. ഇതിന്റെ ടീക്കയുടെ മംഗളാചരണം കുറച്ച് നോക്കുകയാണ് നമ്മൾ. കൂടെ വായിക്കാൻ പറ്റിയ ആൾക്കാർക്ക് വായിക്കാം. നിങ്ങൾ 1-ാമത്തെ പേജിൽ തന്നെ കാണാം. യേനാത്മനാ പരേണേശ വ്യാപ്തം വിശ്വമശേഷതഃ സോഹം ദേഹദ്വൈ സാക്ഷി വർജിതോ ദേഹ തദ്ഗുണൈഹി. യേന പരേണ ആത്മനാ, യാതൊരു പരമാത്മാവിനാൽ, വിശ്വം അശേഷതഃ വ്യാപ്തം, ഈ മൊത്തം ജഗത്തും ഏതൊരു പരമാത്മാവിനാൽ വ്യാപിച്ചിരിക്കുന്നുവോ. ഇതെവിടുന്ന ഈ പ്രസംഗം തുടങ്ങുന്നത്? നിങ്ങളുടെ ഈ ഉപനിഷത്തിന്റെ പേരെന്താ? ഈശാവാസ്യ ഉപനിഷത്ത്. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഞാനിപ്പം ഇതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ തത്വമസി എന്നുള്ള ഗ്രന്ഥത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മലയാളത്തില് വായിച്ചിട്ടുണ്ടോ? 2 തത്വമസി ഉണ്ട് മലയാളത്തിൽ. ഒന്നും വായിക്കരുത് കേട്ടോ. ജയദേവൻ അയച്ചു തന്നൊരു ക്ലിപ്പും ഉണ്ടായിരുന്ന ജയദേവ, ശരിയാ, അതിനെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഒന്ന് വീരേന്ദ്രകുമാറിന്റെ തത്വമസി ഉണ്ട്. അതൊക്കെ മേലെ നിൽക്കുന്നൊരു തത്വമസി സുകുമാർ അഴീക്കോടിൻ്റെതുണ്ട്. ആ സുകുമാർ അഴീക്കോടിന്റെ പിറകിൽ അങ്ങേര് എന്താണ് റെഫർ ചെയ്തിരിക്കുന്ന പുസ്തകങ്ങളുടെ കുറെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊരു പ്രസംഗം പറയുന്നത് ഈശാവാസ്യം, വാസ്യം എന്ന് പറഞ്ഞ ആച്ഛാദനീയം എന്ന അർത്ഥം ചെയ്തത് മൂടണം. അപ്പോൾ ഈശ്വരനാൽ മൂടണം എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ഈ ജഗത്ത് മൂടിയത് അവിദ്യയിലാണ്. ആയതുകൊണ്ട് ഭാഷ്യകാരന് തെറ്റ് സംഭവിച്ചു എന്ന് ഒരു തെറ്റ് ആർക്ക് സംഭവിച്ചിട്ടുണ്ട്? സുകുമാർ അഴീക്കോട് സംഭവിച്ചിട്ടുണ്ട്. കാരണം പരമ്പരയിലൂടെ പഠിക്കാതെ ശബ്ദം മാത്രം എവിടുന്നെങ്കിലും എടുത്താൽ അങ്ങനെ വേറെ ഒരു ഇതുമില്ല. മഹാനായിരിക്കുന്ന വ്യക്തി, വിദ്വാൻ, പക്ഷെ വേദാന്തം എടുത്ത് കളിക്കുന്നവരെ ശ്രദ്ധിക്കണം. യോഗസൂത്രക്കാർക്ക് വേദാന്തം പറ്റത്തില്ല. ठीक है. അതുകൊണ്ടാണ് ഓരോരോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ദർശനങ്ങൾ പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ കൂട്ടുകാരായിരിക്കുന്ന ആചാര്യന്മാർക്കും അവര് പലപ്പോഴും എന്ത് ചെയ്യും? കാരണം അവർ ഏതായത് നമ്മൾ ഏത് ആശ്രമത്തിലാണ് ആദ്യം കാല് വെച്ചത് അതിന്റെ പിന്തുടർച്ച നമ്മളെ കൂടെ ഉണ്ടാവും. ചിലര് ആദ്യം കാല് വെച്ചത് യോഗ പഠിപ്പിക്കുന്ന ആശ്രമത്തിലായിരിക്കും. അവര് വേദാന്തം പറഞ്ഞാൽ ठीक है പ്രാണായാമത്തിലെത്തും. അവിടെയുള്ള കുറെ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരും, എന്നിട്ട് അന്വയിക്കുക. അതില്ലാതിരിക്കണമെങ്കിൽ ആ ശാസ്ത്രം എവിടം വരെ പോകുന്നു, നമ്മൾക്ക് എങ്ങോട്ടാ പോകേണ്ടത് എന്നുള്ള നല്ല നിശ്ചയം വേണം. തദരണ്യത്വം ആരംഭണ ശബ്ദാദിഭ്യ എന്നുള്ള സൂത്രത്തെ വെച്ചിട്ട് യോഗ ടീച്ചർമാര്, സന്യാസിമാര് ठीक है യോഗയുടെ വശം കൊണ്ടുപോയി കെട്ടിയിട്ടുണ്ട്. കാലം കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായാലും തിരിച്ചു വരാൻ വല്ല പാടാ. എന്താണുള്ളത്? ഇതൊക്കെ ചെറിയ ചെറിയ എലമെന്റ്സ് ആണ്. ഒന്ന് തെറ്റിയാൽ തിരിച്ചത് മനസ്സിലാക്കാൻ തന്നെ പാടാ. അതുകൊണ്ട് തുടക്കത്തിലേ അങ്ങനെയുള്ള ആളെടുന്ന് കേട്ട് 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 പതിപ്പിച്ചു കൊണ്ടുപോകണം. എവിടെയാണ് മാറിപ്പോയത്? ഇല്ലെങ്കിൽ നോ രക്ഷ. ഒരു അദ്വൈതി എന്താണ് യോഗിയാവുന്ന ഒരു സ്ഥിതി വരുന്നത്. എന്നപ്പോൾ ഈ ഈശാവാസ്യം എന്നുള്ളതിന്റെ അർത്ഥമേ ഈശ്വര ബുദ്ധിയാൽ ഈ ജഗത്തിനെ മൂടണം എന്ന് പറഞ്ഞാല്
കയറിന്റെ ബുദ്ധിയാൽ സർപ്പത്തെ മൂടണം എന്ന് പറഞ്ഞതുപോലെയാ. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ കയറിൽ സർപ്പത്തെ കണ്ടപ്പോൾ നമ്മൾക്ക് വളരെ വിശ്വാസമുള്ള അച്ഛനും അമ്മയും പറയാണ്, മോനെ അത് സർപ്പമല്ല കയറാണ്. അന്നപ്പോൾ അവൻ ആ വിശ്വാസത്താൽ, അതായത് ഞാൻ വരുന്നേരം അതിന്റെ കയ്യിൽ നിന്ന് വീണതാണ് കയറ്, ആ കയറിനെയാണ് നീ സർപ്പം എന്ന് ധരിച്ചത് എന്ന് മനസ്സിലായാൽ, എന്തുകൊണ്ടാ? അച്ഛൻ രാവിലെയും വെളിച്ചത്ത് ആ കയറും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അന്നപ്പോൾ വൈകുന്നേരം പിന്നെയും വർക്ക് തീർന്നിട്ടില്ലെങ്കിൽ കയ്യിൽ നിന്ന് വീണുപോയ കയറാണ് സർപ്പമായിട്ട് തോന്നിയെന്ന് അവൻ പെട്ടെന്ന് മനസ്സിലാവും. ഇതേപോലെ ഞാനായിരിക്കുന്ന പരമാത്മാവിനെ കേവലനാണെന്ന് മനസ്സിലാക്കിക്കുക മാത്രമാണ് ഗുരു ചെയ്തത്. പിടികിട്ടിയോ? അപ്പം ഈ അധ്യാസ നിവൃത്തിക്ക് ശബ്ദവും ഇവിടുത്തെ അധ്യാസ നിവൃത്തി കേവലം ശബ്ദം കൊണ്ട് വരുന്നതാണ്. അധ്യാസ നിവൃത്തമായി കഴിഞ്ഞാൽ ഇത് ജ്ഞാനം കൊണ്ട് അജ്ഞാനം നിവൃത്തമാവുകയാണോ, അഥവാ അജ്ഞാനം നിവൃത്തമായിട്ട് ജ്ഞാനം ഉണ്ടാവുന്നതാണോ? ജ്ഞാനം കൊണ്ട് അജ്ഞാന നിവൃത്തി സംഭവിക്കുകയാണ്. പലപ്പോഴും പറഞ്ഞു എങ്ങനെയാവും? അജ്ഞാനം അങ്ങോട്ട് മാറിക്കിട്ടിയാൽ ജ്ഞാനം ഉണ്ടാവും. അല്ല, വാസ്തവത്തിൽ ഇത് രണ്ടും ഒന്നിച്ചു വരുന്നതാണത്. ജ്ഞാനം ഉണ്ടാവുന്നത് അജ്ഞാനം നിവൃത്തമാവുന്ന ഒരേ ക്ഷണത്തിൽ. അതേ സമയത്ത് തന്നെ എന്താവും? അറിയുന്നവൻ ബ്രഹ്മസ്വരൂപമായി മാറും. അന്നപ്പോൾ ഈ ജഗത്തിന്റെ കാരണമായിരിക്കുന്ന ബ്രഹ്മത്തിൽ ജഗത്ത് അധ്യസ്ഥമായതുകൊണ്ട്, എപ്രകാരം സർപ്പത്തിന്റെ കാരണമായിരിക്കുന്ന കയറിൽ സർപ്പം അധ്യസ്ഥമായതുകൊണ്ട് ഇത് കയറ് മാത്രമാണ് എന്നുള്ള ബുദ്ധിയാൽ സർപ്പത്തെ ബാധിക്കണം. ഇതേപോലെയാണ് ബ്രഹ്മത്തിൽ അധ്യസ്ഥമാണ് ജഗത്ത് എന്ന് തിരിച്ചറിവുണ്ടായാൽ ബ്രഹ്മമേ ഉള്ളൂ, ജഗത്തില്ല എന്നുള്ള ബുദ്ധിയാൽ ജഗത്തിനെ ആവരണം ചെയ്യണം. ഇതാണ് ഉദ്ദേശിച്ചത്. ഇത് കിട്ടിയോ? സംക്ഷേപിച്ച് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. ഇതിനെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ടീകാകാരൻ മംഗളശ്ലോകം രചിക്കുന്നത്. യാതൊരു പരമാത്മാവിനാൽ ഈ വിശ്വം മൊത്തം വ്യാപിച്ചിരിക്കുന്നുവോ, ഈ വ്യാപ്തി നമുക്ക് രണ്ടു വിധത്തിലെടുക്കാം. കാര്യകാരണ ഭാവത്തിലൂടെയും അധിഷ്ഠാന അധ്യസ്ഥ ഭാവത്തിലൂടെയും മനസ്സിലാക്കണം. ഇതിനെ എന്താ പറഞ്ഞത്? ഒരു സംശയം. അധ്യസ്ഥ ഭാവത്തിലൂടെയും എടുക്കാം. സംശയം വരട്ടെ, സംശയകാരൻ സംശയം പറയാം. പറഞ്ഞ സംശയം എന്താ? സ്വാമിജി, വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എവിടെ വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് വരത്തില്ലേ? അതെ, കാര്യകാരണ ഭാവം പറഞ്ഞാല് കാര്യത്തിൽ കാരണം വ്യാപിച്ചിരിക്കും. അത് ലോവർ സ്റ്റേജ് ആണ്, നെക്സ്റ്റ് ലെവലാണ് യഥാർത്ഥം. അത് അധിഷ്ഠാന അധ്യസ്ഥ ഭാവത്തിലേക്ക് വരണം. ഇത്രയും മനസ്സിലായാലേ നമ്മൾക്ക് ഇവരെന്താ ഉദ്ദേശിച്ച് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഇത്ര പോകാറില്ലല്ലോ, നമ്മൾ ഇത്ര പറയും. അതായത് ഒരു ഘടത്തെടുത്താൽ ഘടത്തിന്റെ എവിടെയാണ് മൃത്തില്ലാത്ത? മൃത്തില്ലാത്തൊരു ഘടം ഉണ്ടോ? ഘടത്തിന്റെ അതാണ് ഘടം എന്നുള്ളത് മൃത്ത് മാത്രമാണ്. അപ്പോൾ ഘടത്തിലൂടെ മൃത്തി അനുസ്യൂതമായിട്ടിരിക്കുന്നത് കൊണ്ട് കാര്യമായിരിക്കുന്ന മൃത്ത് കാര്യമായിരിക്കുന്ന ഘടം വാസ്തവത്തിൽ എന്താ? മൃത്താണ്. മൃത്ത് എന്ന് പറഞ്ഞ മണ്ണാണ്. അതായത് ഘടം വെറും മണ്ണ് മാത്രമാണ്. അതിന്റെ അർത്ഥം എന്താ? നമ്മൾ കാണുന്നത് മണ്ണിനെയാണ്, പക്ഷെ നമ്മൾ വിളിക്കുന്നത് ഘടമെന്നാണ്. ഇതേപോലെ സകല ജഗത്തായിരിക്കുന്ന വസ്തുക്കളും കാരണമായിരിക്കുന്ന ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമേ അല്ല. ഇവിടെയും രണ്ട് പാർട്ടാക്കണം. ഒരു ഘടത്തെ കാണുമ്പോൾ ഘടോ അസ്ഥി, ഇത് രണ്ട് പാർട്ടുണ്ട് അവിടെ. അസ്തിത്വം എന്നുള്ളത് അധിഷ്ഠാനത്തിന്റെ അധ്യാസം നേരിട്ടിരിക്കുന്ന ഭാഗവും, ഘടം എന്നുള്ളത് ബ്രഹ്മത്തിൽ അവിദ്യയുടെ പരിണാമമോ അല്ലെങ്കിൽ അവിദ്യ കൊണ്ട് വിവർത്തനം. ഇത് മനസ്സിലാക്കാൻ ടൈം എടുക്കും. രണ്ട് ഘട്ടമുണ്ട് ഇതില്. ഇങ്ങനെ ഇപ്പൊ ചെറുങ്ങനെ മനസ്സിലാക്കും, ഒന്നിച്ചൊരിക്കലും മനസ്സിലാകാൻ പോകുന്നില്ല. അങ്ങനെ പോരെ? മെല്ലെ 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 മെതുവേ വരാം. അപ്പൊ എന്ത് പറ്റി? കാര്യകാരണ ഭാവത്തിലാണെങ്കിൽ കാര്യത്തിലുടനീളം കാരണമിരിക്കും. ഈ രീതിയിൽ അധിഷ്ഠാന ചൈതന്യം സർവ്വവ്യാപകനായിട്ടിരിക്കുകയാണ്. ഒന്ന്. രണ്ടാമത്തത്, അധിഷ്ഠാന അധ്യസ്ഥ ഭാവത്തിൽ എടുത്തു കഴിഞ്ഞാൽ അധിഷ്ഠാനത്തിൽ കൽപ്പിത മാത്രമാണ് അധ്യസ്ഥം. അധ്യസ്ഥത്തിന് ഒരു സത്തയും ഇല്ല. പിന്നെ അത് ആരാ ഉള്ളത്? അധിഷ്ഠാനം മാത്രമാണ്. അപ്പൊ ഈ അധ്യസ്ഥമോ? അത് നീ അന്വേഷിക്കുക എന്താ സാധനം. പറഞ്ഞു തന്നു, എന്താ? കൽപ്പിതമാണ്. കയറിലെ സർപ്പം എവിടെ നിന്ന് വന്നതാ? എവിടെ നിന്ന് വന്നിട്ടില്ല. എങ്ങോട്ട് പോകും? എങ്ങോട്ടും പോകത്തില്ല. കണ്ടു, അത്രേ ഉള്ളൂ. ആരിക്കും? അധിഷ്ഠാനം മാത്രമായിരിക്കും. ഈ രീതിയിൽ വ്യാപകനാരാ? എന്ത് വ്യാപകൻ? അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്?
വ്യാപിക്കണമെങ്കിൽ ആരിൽ വ്യാപിക്കാനാ? താൻ തന്നെ അതാണ് വ്യാപിച്ചിരിക്കുന്നുള്ളൂ, താനേ ഉള്ളൂ. ഇനി അതായിരുന്നു സംശയം. ആ ഇവിടെയാണ് സ്വാമിജി സംശയം. ഇവിടെ ചിന്തിച്ചു പോയാൽ നിങ്ങൾ ഇനി ഇരുന്ന് വിചാരം നടത്തിയത് ഇപ്പം മനസ്സിലാക്കാൻ വേണ്ടിയുള്ള പ്രയത്നമല്ലേ. നിങ്ങൾ ഇതിലേക്ക് ഒന്നും കൂടി ആണ്ടിറങ്ങി കഴിഞ്ഞാൽ അതായത് നിങ്ങൾ ചിന്തിക്കുന്ന വസ്തു ദേവതാ ധ്യാനത്തിലും വിചാര സ്ഥലത്തും നേരിടുന്ന ഏറ്റവും നല്ലൊരു വ്യത്യാസവും മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും എന്ന് പറഞ്ഞാല് അഹങ്കാര ഉപാസന ചെയ്യട്ടെ, നിരാകാര ഉപാസന ചെയ്യട്ടെ, സാകാര ഉപാസന ചെയ്യട്ടെ, ചെയ്യുന്നവൻ സാകാരമായിരിക്കുന്ന ദേവതയായിട്ട് ഏകത്വം പ്രാപിക്കാനോ സാകാരമായിരിക്കുന്ന ഈശ്വരനായിട്ട് ഏകത്വം പ്രാപിക്കാനോ അഥവാ നിരാകാരനായിരിക്കുന്ന ചേതനായിട്ട് ഏകത്വം പ്രാപിക്കാൻ ഈ ജീവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഞാൻ എന്നുള്ളൊരു ബുദ്ധിയോട് കൂടി അവൻ നിർഗുണനോ സഗുണനോ ആവാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇത് കേവലം ഉപാസന സ്ഥലമാണ്. എത്ര ചാടിയാലും താൻ ഇവിടെ നഷ്ടപ്പെടുന്നില്ല. അദ്വൈത വേദാന്തത്തിന്റെ പരാകാഷ്ഠയിൽ താനായിരിക്കുന്ന ജീവനെ നിരാകരിക്കുന്ന രീതി പഠിപ്പിക്കുന്നത് കൊണ്ട് ഞാനായിരിക്കുന്ന ജീവൻ എവിടെയില്ലെന്നും കേവലനായിരിക്കുന്ന അവനേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവെത്തണം. അവിടെ അവനേ ഉള്ളൂ. ആര്? ഞാനായിരിക്കുന്ന അവൻ. പക്ഷെ ആരല്ല? ഈ ഞാനായിരിക്കുന്ന അവനല്ല, പിന്നെ അവനായിരിക്കുന്ന ഞാനായിരിക്കത്തുള്ളൂ. ബുദ്ധിമുട്ടരുതേ അങ്ങനെ പറഞ്ഞത്. ഇത് ഇത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. തന്റെ അസ്തിത്വം നഷ്ടപ്പെടുത്തിയും കൊണ്ട് കേവലന്റെ അസ്തിത്വം നിലനിർത്തിയിട്ട് അതാണ് ഞാൻ എന്നുള്ള അറിവുണ്ടാക്കുന്നത്. ഈ അറിവുണ്ടാവുന്നത് പോലും ജീവനാണ്, പക്ഷെ അവൻ മനസ്സിലാക്കുന്ന ഞാൻ കേവലം ബ്രഹ്മമെന്നാണ്. ഇത്രയൊക്കെ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. ബാക്കി നിങ്ങൾ മനസ്സുകൊണ്ട് ട്രെയിനിങ് ചെയ്ത് പോയാൽ ബാക്കി നെക്സ്റ്റ് ലെവലിൽ ചോദിക്കുന്നതനുസരിച്ച് പറഞ്ഞു തരാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് മെനക്കേടേണ്ട സ്ഥലം ജീവനിലെ തൊമ്പതാർത്ഥത്തിലെ കേവലനെ നിശ്ചയിച്ചെടുക്കുക എന്നുള്ളതാണ്. തത്പദാർത്ഥം നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കും. കാരണം തത്പദാർത്ഥത്തില് ഞാൻ എന്നുള്ള അധ്യാസം നടക്കുന്നില്ല. അധ്യാസം നടക്കുന്ന സ്ഥലത്ത് അധ്യാസത്തെ നേരിടാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഇതിന്റെ ബാക്കി പിന്നെ ഡീറ്റെയിൽ ചെയ്ത് തരാം. നമ്മൾ പോകുന്നത് ഈ ഗ്രന്ഥത്തിന്റെ ടോപ്പ് ഓർഡർ ലെവലിലാണ്. അതായത് വേദാന്ത പ്രക്രിയ എങ്ങനെ പഠിക്കണോ ആ പ്രക്രിയ. അതായത് ഒരു ഗ്രന്ഥം എടുക്കുന്ന ആളുടെ അനുസരിച്ചിരിക്കും ആ ഗ്രന്ഥത്തിന്റെ സ്റ്റഫ്. എഴുതിയ ആൾക്കാര് ജ്ഞാനികളായിരിക്കുന്ന മഹാത്മാക്കളാണ്. അവരൊരു പങ്ക്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വെയിറ്റ് ഒരു 1.5 വെയിറ്റ് ആയിരിക്കും. അത് എടുത്ത് പൊക്കാൻ പറ്റുമോ എന്നുള്ളത് കാര്യം മാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യവും. നമ്മൾക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നു, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിനെ മനസ്സിലാക്കുന്നു. പക്ഷെ അവിടെയും സ്വാമിജി ഒരു സംശയം, അവിടെ ഒരു മിസ്റ്റേക്ക് വരില്ലേ സ്വാമിജി? കാര്യം അത് ഈ കേൾക്കുന്നവരുടെ അറിവില്ലായ്മയിലുള്ള അറിവില്ലായ്മ അതിൽ മിക്സ് ആവത്തില്ലേ? ഇപ്പൊ ഒരു ഗുരു സ്ഥിരമായിട്ട് കേട്ടും അന്ധകരണം ശുദ്ധമാക്കണം എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അതെ, അത് ശരിയാണ്. അതുകൊണ്ടാണ് സ്വാമിജി അങ്ങനെ പറഞ്ഞത്. അതായത് ഒരു ഗുരു ഒരു കാര്യം നമുക്ക് പറഞ്ഞു തരുമ്പോ ആ പറഞ്ഞു തരുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കുന്നിടത്തില്ലേ ഒരു ശിഷ്യന്റെ ശ്രദ്ധ. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കൊച്ചിനെ നമ്മള് ഒരു കുറച്ചുകൂടി ഹൈറ്റുള്ള ഒരു സ്ഥലത്ത് വെച്ച് അവൻ കൈ കാണിച്ചിട്ട് പറയാം ചാടും മോനെ എന്ന് പറഞ്ഞാല് ചിലപ്പോൾ അവൻ അന്നേരം ചാടും, ചിലർ ചാടൂല. അല്ലേ? ഇത് തന്നെയാണ് ഗുരുവും ശിഷ്യനും. അതായത് പറഞ്ഞ വഴിക്ക് പോകാൻ പറ്റുന്നത് അത് അവൻ, അതായത് ചാടിയ കുഞ്ഞിന് ആ വിളിച്ച ആളുടെ ശ്രദ്ധയാണ്. അച്ഛൻ കൈ വിടൂല എന്നുള്ള ശ്രദ്ധ കൊണ്ടാണ്, അല്ലെ അമ്മ കൈ വിടൂല എന്നുള്ള ശ്രദ്ധ കൊണ്ടാണ് കുഞ്ഞ് ചാടിയത്. ഈ ഒരു ശ്രദ്ധ പഠിക്കുന്ന ആൾക്കും ചാടിയാൽ ഞാൻ പിടിക്കും എന്നുള്ള വിശ്വാസം അച്ഛനോ അല്ലെ അമ്മയ്ക്കോ ഉണ്ടായിരുന്നു. ഇതേപോലെ പറഞ്ഞു കൊടുക്കുന്ന പക്ഷെ ഇവിടെ പ്രശ്നം എന്താ പറഞ്ഞാല് പറഞ്ഞു കൊടുക്കുന്ന ആള് പരമാത്മജ്ഞാനി അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതിവിടെ വിഷയമല്ല. അല്ല, അവിടെയാണ് വേറെ ഒരു ഇവിടെ നിങ്ങളുടെ മുണ്ടകത്തില് ഒരു പങ്ക്തിയാണിത്. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് വിജ്ഞാനാർത്ഥം ഗുരുമേവ അഭിഗച്ഛ ശ്രോത്രം ബ്രഹ്മനിഷ്ഠം എന്നാണെങ്കിലും ഇവിടെ ഈ എന്താണ് സർവജ്ഞ കൽപ്പ എന്നൊരു ശബ്ദപ്രയോഗം നടത്തിയിട്ടുണ്ട്. കാരണം ഒരാൾ ജ്ഞാനിയാണോ അല്ലയോ നമുക്ക് ഒരിക്കലും നിശ്ചയിക്കാൻ പറ്റത്തില്ല. അതായത് ചിലർ പറയത്തില്ലേ എന്റെ ഗുരു എന്ത് വന്നാലും ജ്ഞാനിയാണ്. ഇത് നടക്കൂല എന്ന് പറയാൻ കാരണം നമ്മൾ രണ്ടുപേരും ഒരു വഴിക്ക് പോകുമ്പോൾ അവിടെ ഒരു ആക്സിഡന്റ് കണ്ടു. തിരിച്ചു വന്നിട്ട് നിങ്ങൾ ഈ രാജേഷ് ചേട്ടനോട് പറഞ്ഞ് ഇവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു എന്ന്. അപ്പൊ അങ്ങനെ എന്നോട് ചോദിക്കും അതുണ്ടായിരുന്നു. ഞാൻ എന്ത് പറയും? ഉണ്ടായിരുന്നു എന്ന് പറയും. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മൾ രണ്ടുപേരും ഒരേ കാര്യത്തെയാണ് കണ്ടത്. അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളും ആ ആക്സിഡന്റ് കണ്ടിട്ടുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ അന്ധക്കരണ വൃത്തി എനിക്ക് എങ്ങനെ മനസ്സിലായി? നമ്മൾ രണ്ടും നോക്കിയ വസ്തു ഒന്നായിരുന്നു എന്നുള്ളത് കൊണ്ട്. അല്ലാതെ നിങ്ങളുടെ അന്ധക്കരണത്തെ വൃത്തി മനസ്സിലാക്കാനുള്ള സിദ്ധിയൊന്നും എനിക്കില്ലല്ലോ.
ഓക്കെ, അന്നപ്പോൾ മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്കും ആ ജ്ഞാനമുണ്ട് എന്ന്. ഇവിടെ ഇപ്പോൾ ബ്രഹ്മാകാര വൃത്തി ഗുരുവിനുണ്ട് എന്ന് ശിഷ്യൻ എപ്പോഴേ പറയാൻ പറ്റത്തുള്ളൂ? ശിഷ്യനും ബ്രഹ്മാകാര വൃത്തി ഉണ്ടെങ്കിലും. അങ്ങനെയായിരുന്നെങ്കിൽ ശിഷ്യൻ ഞാൻ ജ്ഞാനി എന്ന് പറഞ്ഞാൽ പോരെ, ഗുരു ജ്ഞാനി എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഒന്ന്. രണ്ടാമത്തത്, ശിഷ്യന് ജ്ഞാനം മാത്രം പോരാ, പിന്നെയോ ഗുരുവിന്റെ അന്ധഃകരണത്തിലിരിക്കുന്ന വൃത്തിയെ തിരിച്ചറിയാനുള്ള സിദ്ധി പോലും വേണം. കാരണം ഇത് വെളിയിലിരിക്കുന്ന വസ്തു അല്ലല്ലോ. വേറെ ഒരു കണക്കിന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ അന്ധഃകരണത്തിൽ ഒരു വൃത്തി ഉണ്ടായാലും എനിക്ക് തന്നെ മനസ്സിലാവും അതാ വൃത്തി എന്നുള്ളത്. മനസ്സിലായോ? അന്നപ്പോൾ ഗുരുവും ശിഷ്യന്മാരും ഒരേപോലെ ജ്ഞാനികളാകുകയും ശിഷ്യന് ഗുരുവിനേക്കാൾ ഒരു കഴിവ് അധികം വേണം. എന്ത്? ഗുരുവിന്റെ മനോവൃത്തിയെ തിരിച്ചറിയുക എന്നുള്ളത്. അപ്പോൾ മാത്രമേ ഒരു ശിഷ്യന് ഗുരു ജ്ഞാനിയാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മക്കൾ ഗുരുവിനെ ജ്ഞാനിയാക്കുന്ന പരിപാടിയെ കയ്യിൽ വെച്ചാൽ മതി. അതാരാണെങ്കിലും. ഇതിന്റെ പേരിൽ തിരുവണ്ണാമലയിൽ വലിയ പൂല് നടന്നതാ. തിരുവണ്ണാമലയിൽ മഹാഋഷിയെ കൊണ്ടുവച്ചിട്ട് ജ്ഞാനിയാക്കാത്തു. ഞാൻ പറഞ്ഞ നടക്കൂല മോനെ. കാരണം എന്റെ വല്യച്ഛൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്ത്? അതായത് ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ സിദ്ധാന്തമൊന്നുമല്ല. കുമാരിൽ ഭട്ട് പറയുന്നുണ്ട്, യോഗിക്ക് എല്ലാം അറിയാമെന്നുള്ളത് കയ്യിൽ വെച്ചാൽ മതി. ठीक है, നടക്കൂല. ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് സാധനങ്ങൾ. അവരൊക്കെ അങ്ങനെ എഴുതി വെച്ചുകൊണ്ട് നമുക്ക് വഴിവെട്ടാൻ സുഖമാണ്. അല്ലെങ്കിൽ ഞാൻ പണ്ട് വിചാരിച്ചു, എടാ മൊത്തം നാട്ടിൽ ജ്ഞാനികൾ, ഞാൻ ഒരു അജ്ഞാനി, ഇപ്പൊ എന്ത് ചെയ്യുമെന്ന്. അതിനുശേഷം ഞാൻ തീരുമാനമെടുത്തു, ഓരോരോ ജ്ഞാനി എന്ന് അഭിമാനിക്കുന്ന അജ്ഞാനിയെ എടുത്ത് കാണിച്ചു കൊടുക്കും ഇത് എത്ര വെള്ളത്തിലായിരുന്നു എന്നുള്ളത്. ഒരു ജ്ഞാനി ഉണ്ടായിരുന്നു തിരുവണ്ണാമലയിൽ. അവിടെ അവസാനം ആശ്രമത്തിന്റെ പേരിൽ, ആശ്രമത്തിലെ ട്രസ്റ്റ് ഭക്തന്മാരുടെ കയ്യിലാണ്. അപ്പൊ അത് അഞ്ജന കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ അവര് കേസിന് പോയി. കേസായി. അപ്പം ജഡ്ജി ചോദിച്ചത് ആര് കൊടുക്കണമെന്ന്. ജ്ഞാനി പറഞ്ഞു ഇതെന്റെ അഞ്ജന കൊടുക്കും. അങ്ങനെയാ ജ്ഞാനി ആയതുകൊണ്ട് പിന്നെ നമസ്കരിക്കാനല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ നമ്മളെന്താ അപരാധം ചെയ്ത് അജ്ഞാനിയായി പോയെന്നുള്ളതാണ്. മനസ്സിലായോ? ഇത്രയൊക്കെയുള്ള പല സംഭവങ്ങളും. ഒന്നും വിചാരിക്കരുത് നമ്മൾ ഇങ്ങനെ ഈ നാട്ടിലെ മൊത്തം ആൾക്കാരെ ജ്ഞാനിയാണെന്ന് തലയെ കയറ്റി നടക്കണം ഇറങ്ങിയതാണ്. അല്ലല്ലോ. നമ്മളുടെ ഉത്തരവാദിത്വമൊന്നും ഇല്ലല്ലോ ഇന്ന ആള് ജ്ഞാനിയാക്കണം എന്നുള്ളത്. നിങ്ങൾ ശിഷ്യന്മാര് ഗുരുവിനെ ജ്ഞാനിയാക്കിക്കോന്ന്. ആര് പറഞ്ഞു വേണ്ടാന്ന്. പക്ഷെ ഇതുമായിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. ഒന്നും വിചാരിക്കരുത്. നിങ്ങൾ വിചാരിക്കും ഇയാളെന്താ ഇങ്ങനെ. ഞാനും നിങ്ങളെ പോലെ തന്നെ ആയിരുന്നു. ഇതൊക്കെ ഉണ്ടെന്ന് വിശ്വസിച്ചൊരു കാലം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ലോകത്ത് കയറിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതൊക്കെ വേറെ ഒരു സംഭവം. ശാസ്ത്രബോധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് അനുസന്ധാനം ചെയ്ത് വസ്തുബോധം ഉണ്ടാക്കാന്നല്ലാതെ വേറെ ഏത് മാർഗത്തിൽ പോയാലും സംഭവമൊക്കെ ഇങ്ങനെ തന്നെയുള്ളൂ. ഏതെങ്കിലും ഒരു ജ്ഞാനി നമ്മൾ പറയുന്ന ആള് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മക്കളെ ഞാൻ അജ്ഞാനിയാന്ന്? ഒരാൾ കാണിച്ചു തരുമോ? ठीक ജ്യോതിഷം പറയുന്ന ആളിൽ ഫലിച്ചാലും ഇപ്പം കേട്ട ആള് പറയാ ആ കാരക്ടർ നിങ്ങൾ ജ്ഞാനിയാട്ടോ, അങ്ങേരെ നിഷേധിക്കുക ഞാൻ അജ്ഞാനിയാന്ന്? ഇല്ല, ഒരു കിരീടം ഇരുന്നോട്ടം വിചാരിക്കും. ഇങ്ങനെ തന്നെയാണ് നാട്ടുകാരൊക്കെ ജ്ഞാനിയായി പോയത്. നമുക്ക് ജ്ഞാനി നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റത്തില്ല. അജ്ഞാനി വേഗം തിരിച്ചറിയാം. എങ്ങനെ? പറച്ചിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മനസ്സിലായിക്കോടുക ഇത് അവിടെ എത്താത്ത സാധനമാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. ആരാണോ ശാസ്ത്രത്തെ നിഷേധിച്ചിട്ട് ജ്ഞാനിയാവാൻ ശ്രമിക്കുന്നത് ആ ജ്ഞാനിയെ സൈഡ് വെച്ചു. കാരണം ഞാനായിട്ടല്ല, ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് തസ്മാ ശാസ്ത്രം പ്രമാണന്റെ കാര്യ വ്യവസ്ഥിതം. ശാസ്ത്രമാണ് പ്രമാണം. അങ്ങനെ പറഞ്ഞാൽ പറയായിരുന്നു ഞാൻ പറയുന്ന പോലെ കേൾക്കടാ. ഇല്ലല്ലോ. അവസാനം അങ്ങനെ എന്താ അർജുനോട് പറയുന്നത്? യഥേച്ഛസി തഥാ കുരു. ഞാൻ പറയേണ്ടത് പറഞ്ഞു. ഞാനിത് പണ്ട് ആർക്ക് പറഞ്ഞു കൊടുത്താ? മനുവിന് വിഷയാദനൊക്കെ പറഞ്ഞു കൊടുത്തതാണ്. ഇപ്പോൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാണ്. എന്നിട്ട് ഞാൻ അവസാനം പറഞ്ഞത് എന്താണ്? നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. കാരണം എന്താ? നിന്റെ പ്രാരബ്ധം എന്നൊരു സാധനം ഉണ്ട് ഇവിടെ വർക്കൗട്ട് ആവാൻ. അതിന് ഞാൻ ഒരിക്കലും ഉല്ലംഘനം നടത്തത്തില്ല. മോനെ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. നീ ചെയ്യേണ്ടത് ചെയ്തോളുക. ഇങ്ങനെയൊക്കെ പൂർവ്വ ആചാര്യന്മാരായിരിക്കുന്നത്. അതും എങ്ങനെയാണ്? നമ്മുടെ ശാസ്ത്രാനുസാരം നോക്കിയാലോ ഭഗവാൻ തന്നെ, പരമാത്മാ തന്നെ ശരീരം എടുത്ത് അവതരിച്ചു എന്നാണ് കഥ. വേദാന്തി ഒരിക്കലും മാനിക്കത്തില്ല. അതെന്താ മാനിക്കാത്തത്? ജഗത്ത് മൊത്തം മിഥ്യയാണെങ്കിൽ പിന്നെ ഇവിടുന്ന് ഈശ്വരൻ ശരീരം എടുത്ത് വരേണ്ടത്. അതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ അയ്യോ നിങ്ങൾ ഈശ്വരനെ നിഷേധിച്ചു എന്ന് പറയണ്ട. ജഗത്തില്ലെങ്കിൽ പിന്നെ അങ്ങനെ ഇങ്ങോട്ട് വരും. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനെ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി.